വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം ഒരിക്കൽ കൂടി നിങ്ങളുടെ നടുവിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യ പദവി ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം ഈ മീറ്റിങ്ങിനകത്ത് കടന്നു വന്ന് തിരുവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. പ്രത്യേക ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസി, ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസി, അതേപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസി, സിസ്റ്റർ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത കർത്താവിൻ്റെ ദാസി, ഇന്ന് മീറ്റിങ്ങിനകത്ത് ഭാഗവാക്കായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. എബനേസർ മലയാളം ഫെലോഷിപ്പ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ ഭാഗവാക്കായി നിൽക്കുന്ന ഓരോ ദൈവമക്കൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് എല്ലാ നിലവാരത്തിലെത്തും നിങ്ങളെ സ്തോത്രം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മുഖവരികൾക്ക് വിരാമം ഇട്ടുകൊണ്ട് വേഗത്തിൽ ഒരു ദൂതിലേക്ക് കടക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും ഞാൻ ഇന്ന് ചില വചനങ്ങളൊന്ന് വായിക്കും. നിങ്ങളൊന്ന് വേഗത്തിൽ ഒരാളൊന്ന് എടുത്ത് വായിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യം. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കുട്ട എടുത്തു. ഇത്രയും മതി സിസ്റ്റർ. ഒന്ന് പറഞ്ഞേ, എല്ലാവരും തിന്ന് തൃപ്തരായി. വാ തുറന്ന് പറഞ്ഞേ, എല്ലാവരും തിന്ന് തൃപ്തരായി. ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവരും തിന്ന് തൃപ്തരായി. പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. എല്ലാവരും തിന്ന് തൃപ്തരായി. ആമേൻ. ആ തൃപ്തിക്കെതിരെ ഒരു പൈശാചിക തലങ്ങളും വാദഗതികൾ ഉയർത്തിയില്ല. ആമേൻ. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ദുഷ്ടപിശാചും അവർക്കെതിരെ ഇളകി മറിഞ്ഞില്ല. പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. ഒരു ശേഷിപ്പ് കണ്ട ഉടനെ നാളുകൾ കൊണ്ട് അവരുടെ നന്മയെ തടയുന്ന പൈശാചിക ശക്തികളും അന്ന് അവർക്കെതിരെ വിരൽ ചൂണ്ടിയില്ല. മറിച്ച് ഒരു പൈശാചിക അറ്റാക്കുകളും ഇല്ലാതെ തന്നെ അവർ തിന്നു, അവർ തൃപ്തരായി. ശേഷിച്ചത് അവർ കൊട്ടയിൽ നിറയ്ക്കുകയും ചെയ്തു. ഒരു തടസ്സങ്ങളും ഉണ്ടായില്ല. അതെന്താ അങ്ങനെ? നമ്മളല്ലേ പറയുന്നേ, ഒരു നന്മയിലേക്ക് കടക്കുമ്പോഴേ, എന്തെങ്കിലും സ്തോത്രം കാര്യത്തിനകത്ത് കരം വെക്കുമ്പോഴേ, നമ്മുടെ വായ്ക്കകത്ത് ഒരു നന്മ കൊണ്ട് അങ്ങോട്ട് തൃപ്തി വരുത്തുമ്പോഴേ, ഒരു നിറവ് സംഭവിപ്പിക്കുമ്പോഴേ, ഒരു ശേഷിപ്പ് കാണുമ്പോഴേ, അപ്പോഴേ സ്തോത്ര പിശാച് അറ്റാക്ക് തുടങ്ങും. പക്ഷെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അതെന്താ അങ്ങനെ? ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് മതിയായത് കൊണ്ടാണ് അവർ കഴിപ്പ് നിർത്തിയത്. വയറ് നിറഞ്ഞത് കൊണ്ടാ, അല്ലാതെ ആരും വിരൽ ചൂണ്ടിയോണ്ടല്ല. അവർക്ക് തൃപ്തിയായി. ശേഷിച്ചത് അവർ കൊട്ടയും നിറച്ചെടുത്തോണ്ട് പോയി. അവരുടെ തീരുമാനമാണ് ഇനി കഴിക്കണോ കഴിക്കണ്ടായോ. അതെന്താ അങ്ങനെ? പറഞ്ഞു ദൈവമക്കൾ, നിങ്ങൾ ഇത്രയും പേര്, ഇതിനകത്ത് എത്ര പേര്? 111 പേരുണ്ട്. നിങ്ങൾ ചിന്തിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതെന്താ അങ്ങനെയെന്നറിയാമോ? നിങ്ങളിൽ പലരും പറയും, യേശു അല്ലേ അടുത്ത് നിൽക്കുന്നേ, പിന്നെ എങ്ങനെ പിശാച് കയറി വരുന്നേ? എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ സ്തോത്രം ദയവായി എന്നോട് സഹകരിക്കുക, വാ തുറക്കുക. അറ്റ്ലീസ്റ്റ് ആക്ഷനെങ്കിലും കാണിച്ച് എസ് എന്നോ നോയെന്നോ ഒന്ന് പറയുക. ഇങ്ങനെ പ്രതിമ പോലെ ഇരിക്കാൻ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. യേശു അടുത്ത് നിന്നത് കൊണ്ടാണോ അവിടെ ഈ നിറവ് സംഭവിച്ച ജനത്തിനെതിരെ ഒരു സാത്താനും കയറി പയറ്റാഞ്ഞത്? ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് പിശാചിന് ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ? നമ്മൾ ഈ ദിവസങ്ങളിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെയും ഞാൻ കറക്റ്റ് ചെയ്യാൻ പോവാ. എസ് എന്നോ നോ എന്നോ നിങ്ങൾ പറയണം. ദൈവം ഇറങ്ങിയാൽ ഇല്ല. എല്ലാവരുടെ ആൻസർ ഇത് തന്നെയാണോ? അതെ. അപ്പൊ ഒരു സഭയ്ക്കകത്ത് ശക്തമായ ആരാധന നടക്കുന്നു.
കരമടിച്ചുള്ള ഈ ആരാധന, ശക്തമായ അന്യഭാഷകൾക്കകത്തുള്ള ആരാധന, ദൈവമഹത്വം ഇറങ്ങുന്നു, ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ദേ ഒരു സഹോദരി ഇന്ന് ഭൂതം ഇറങ്ങി പോകുന്നു. ആ ഭൂതം പിന്നെ ഇത്രയും നേരം എവിടെ ഇരുന്നേ? ആ ഭൂതം പിന്നെ ഇത്രയും നേരം എവിടെ ഇരുന്നേന്ന്? നിങ്ങൾ ഭൂതം അഴിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാ? മാർക്കറ്റിലോ? എവിടെയാ കണ്ടത്? ദൈവസഭയിൽ. ആണോ? ആലയത്തിനകത്ത് സാന്നിധ്യം ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ അത്രയും നേരം ആ ഭൂതം എവിടെയാ ഇരുന്നേ? എന്തിനാ അത്രയും ചിന്തിക്കുന്ന? എന്തിനാ? ആ സഹോദരി ആലയത്തിനകത്തല്ലേ? ആ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തല്ലേ? ഇപ്പുറത്തും അപ്പുറത്തും അന്യഭാഷ ശക്തമായി ഇരുന്ന് ആരാധിച്ച് നിറഞ്ഞ സാന്നിധ്യത്തിനകത്തിരുന്ന് ആരാധിക്കുന്ന ഒരു കൂട്ടരുടെ നടുവിലല്ലേ ആ ഭൂതം പിടിച്ച സഹോദരിയോ സഹോദരനോ അത്രയും നേരം ഇരുന്നത്? നിങ്ങളല്ലേ പറഞ്ഞ ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് പിശാചി ഇരിക്കാൻ പറ്റില്ല എന്ന്? എന്തിനാ അത്രയും പോകുന്നത്? ദൈവവും ദൈവത്തിന്റെ പുത്രന്മാരും തമ്മിൽ സംവാദിക്കുന്ന സ്ഥലത്ത് സാത്താൻ കയറി ചെന്നെന്ന് യോബിന്റെ പുസ്തകത്തിൽ കിടക്കുക. സാത്താൻ അവരുടെ ഇടയിലോട്ട് കയറി ചെന്നെന്ന്. വേണ്ട, ആമേൻ. 40 ദിവസം ശക്തമായി ഉപവസിച്ച് ആത്മാവിന്റെ കൃപയിൽ നിൽക്കുന്ന യേശുവുമായി ഡയറക്റ്റ് ടോക്ക് ചെയ്യാൻ പിശാച് എത്തിയെന്ന്. യേശുവിന്റെ അടുത്ത് ദൈവ സാന്നിധ്യം ഇല്ലാഞ്ഞിട്ടാണോ? യേശുവിന്റെ അടുത്ത് കൃപയില്ലാഞ്ഞിട്ടാണോ? ചിന്തിക്കുന്ന അങ്ങോട്ട്. പിന്നെന്താ പിശാചിനെ അകറ്റി നിർത്തുന്നത്? പിന്നെന്താ പിശാചിനെ അകറ്റി നിർത്തുന്നത്? ഞാൻ പറയാം. സാന്നിധ്യത്തിന്റെ അകത്ത് ആരാണോ ശക്തമായ വെളിപ്പാട് ചുമക്കുന്നത് അവനിൽ നിന്ന് പിശാച് മാറിപ്പോകും. സാന്നിധ്യമുള്ള സഭയിലാണ് ഞാൻ ആരാധിക്കുന്നത്. അതല്ല ദൈവമക്കളെ അതിന്റെ മാനദണ്ഡം. അർത്ഥം സാന്നിധ്യം വേണ്ട എന്നല്ല. പക്ഷെ സാന്നിധ്യത്തിന്റെ അകത്ത്, ആ സാന്നിധ്യത്തിന്റെ മഹത്വത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന വെളിപ്പാടെന്താ? ആരെയാ ആരാധിക്കുന്നത് എന്നുള്ള വെളിപ്പാട് അകത്ത് ചുമക്കുന്നവനിൽ എവിടെയാ പിശാച് കുറെ കാലത്തേക്ക് വിട്ടുപോയത്? യേശു കൃപ പ്രാപിച്ച് സാന്നിധ്യം ചുമത് ഉപവസിച്ച് പ്രാർത്ഥിച്ച ആത്മാവിന്റെ ശക്തിയോട് കൂടെ നിൽക്കുമ്പോഴും പിശാച് വാദഗതികൾ ഉയർത്തി. പക്ഷെ പിശാചിനെ കുറെ കാലത്തേക്ക് യേശുവിൽ നിന്ന് മാറ്റി നിർത്തിയത് യേശു വെളിപ്പാട് പറയാൻ തുടങ്ങിയപ്പോഴാ. എന്താ വെളിപ്പാട്? നീ പറഞ്ഞതല്ല പിശാചെ ശരി, പിന്നെന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം. കണ്ടോ? ഇത് അറിയാവുന്നവൻ പറയുമ്പോഴല്ലേ പിശാച് മാറിപ്പോകുന്നത്. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? കേരളത്തിലെ ഏതോ ഉന്നത പ്രവാചകന്റെ ചർച്ചിലാണ് നിങ്ങൾ കൂടുന്നതെന്ന് പറഞ്ഞാലും, സിംഗപ്പൂരിലെ എത്ര സ്തോത്രം ദൈവത്താൽ ഉളവാക്കപ്പെട്ട ആലയത്തിന്റെ ഭാഗവാക്കാൻ നിങ്ങളെന്ന് പറഞ്ഞാലും, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ അകത്ത് വ്യക്തമായ ഒരു റെവലേഷൻ ഈ ദൈവത്തെ കുറിച്ച് ഉണ്ടോ എന്നാണ് പിശാച് എപ്പോഴും തെരഞ്ഞു നടക്കുന്നത്. ഹല്ലേലൂയ, 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 യേശുവിന്റെ നാമത്തില്. അതുകൊണ്ട് ഞാൻ എന്റെ സബ്ജക്റ്റിലേക്കൊക്കെ വരുന്നതിന് മുൻപ് പ്രാരംഭത്തില് ഞാനൊരു ദൂത് പറയുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാനിവിടെ വെളിപ്പാടെന്ന് ഉദ്ദേശിക്കുന്നത് പൗലോസ് വെളിപ്പാടിന്റെ ആധിക്യം എന്നൊക്കെ പറയുന്ന അതിനെ കുറിച്ചല്ല കേട്ടോ. അത് അതിന്റെ അടുത്ത തലമാണ്. ഞാനിവിടെ റെവലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും കാലം കേട്ട വചനത്തിന്റെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അകത്ത് ഈ ദൈവം എന്താണെന്നുള്ള റെവലേഷൻ ആണ്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ നിലവാരത്തിനകത്തായിരിക്കും. ദൈവം ഒന്നാണ്. പക്ഷെ ആശ സിസ്റ്ററിനോട് ഈ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ആശ സിസ്റ്ററിന്റെ വ്യക്തമായ ഒരു ഉത്തരം തന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് പറയാൻ കാണുമോ ഇല്ലയോ? കാണും. എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ ദൈവത്തെ കൊണ്ട് നടക്കുന്നത്, ദൈവം എല്ലാമാണ്, കരുതുന്ന ദൈവമാണ്, സഹായിക്കുന്ന ദൈവമാണ്, ജയക്കൊടിയായവനാണ്, എല്ലാമാണ്. പക്ഷെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവം എന്താണ്, ഈ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ ഒരു ആൻസർ എന്റെ സ്പിരിറ്റിൽ കിടന്ന് തിളച്ചു മറിയുന്നുണ്ട്. ഇത് ഞാൻ ക്യാരി ചെയ്യുമ്പോൾ ഒരു പൈശാചിക തലങ്ങളും എന്നിലേക്ക് അടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ പറഞ്ഞ പ്രശ്നങ്ങളുടെ നടുവിൽ ഈ ദൈവം ആരാണെന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക്. പ്രശ്നം മാറിപ്പോകും.
മല പോലെ നിൽക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ ഈ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾ വാ തുറന്ന് പറഞ്ഞു നോക്ക്. അത് രണ്ടായി കീറി മുറിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഇങ്ങനെ വാ തുറക്കാതെ ഇതെന്തുവാ, ഇതേതാ, ഹൃദയത്തിലെല്ലാം കൂടി ആകുലതയിൽ നിന്ന് എവിടെയാ ദൈവമക്കളെ യേശു വാ തുറക്കാഞ്ഞത്? പരീക്ഷിക്കാൻ വന്ന മനുഷ്യരുടെ അടുക്കൽ ഏത് അധികാരമാ ഉപയോഗിക്കുന്നത്? യേശുവിന് പറയാൻ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എവിടെയാണോ പിശാച് ഡയറക്റ്റ് കയറി വന്നത്, അവിടെല്ലാം വചനം വെച്ച് പിശാചിനെ യേശു വെട്ടിയെങ്കിൽ നമ്മൾ നേരെ തിരിച്ച മനുഷ്യരുടെ മുമ്പിൽ ചലാവല ചലാവില ചലാവില എന്നും പറഞ്ഞു തുടങ്ങുകയും ചെയ്യും. സ്വത്രം നേരിട്ട് വെട്ടുന്ന സൈത്താനിക അറ്റാക്കുകളുടെ മുൻപിൽ നമ്മൾ കുതറി മാറുകയും ചെയ്യും. തിരിക്കണം, ഇത് തിരിക്കണം, ഇത് തിരിക്കണം. എല്ലാവരോടും ഉത്തരം പറയേണ്ട കാര്യം നമുക്കില്ല, എല്ലാവരോടും മറുപടി പറയേണ്ട കാര്യം നമുക്കില്ല. കാരണം കൂടാതെ തർക്കിക്കുന്നവർ തർക്കിച്ചിട്ട് പോട്ടെ, വാദിക്കുന്നവർ വാദിച്ചിട്ട് പോട്ടെ. പക്ഷേ സ്വത്ര പ്രാർത്ഥനാ മുറിക്കകത്ത് നീ ആരാണെന്ന് നീ തെളിയിച്ചു കൊടുത്താൽ കാരണം കൂടാതെ ദ്വേഷിക്കുന്ന മനുഷ്യന്റെ മുൻപാകെ നിന്നെ ഉയർത്തേണ്ടത് എന്റെ ദൈവത്തിന്റെ ഉത്തരവാദിത്വമാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ ഞാനിതൊരു ചലഞ്ചിങ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ മുഖവരിക്കകത്ത് വെക്കുകയാണ്. ഇന്നു മുതൽ വ്യക്തമായ ഒരു ധാരണയെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കണം. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ അകത്ത് ആ റെവലേഷൻ കിടന്ന് തിളച്ചു മറിയണം. ഈ ദൈവം ആരാണ്? ഓക്കെ, ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ എന്താ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ നിറവിനെതിരെ ഒരു സാത്താനും കയറി പയറ്റാഞ്ഞേ? അപ്പൊ യേശു അടുത്തുണ്ടായത് കൊണ്ടോ യേശു ആ ഗ്രൂപ്പിനിടയിൽ നിൽക്കുന്നത് കൊണ്ടോ ആണെന്നുള്ള ആൻസർ അല്ല. യേശുവുമായി ഡയറക്റ്റ് വാദിക്കാൻ പിശാച് കയറി വന്ന അവസരങ്ങളുണ്ട്. അപ്പൊ അതല്ല അതിന്റെ ആൻസർ. പിന്നെന്താ? ഞാൻ പറഞ്ഞ ഒരു വെളിപ്പാടാ. എന്താ ഇവിടുത്തെ വെളിപ്പാട്? നിങ്ങൾ അവിടെ വളരെ ശ്രദ്ധിച്ചു നോക്കിക്കേ, നിങ്ങൾക്കറിയാം അതിന്റെ പശ്ചാത്തലം. യേശു 3 പകലും 3 രാത്രിയുമായിട്ടൊക്കെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുരുഷാരം വിശപ്പൊന്നും അറിയുന്നില്ല. സ്വത്രം യേശുവിന്റെ കൂടെ നിൽക്കുന്നു, യേശു പറയുന്ന വചനം കേൾക്കുന്നു, അനേകം രോഗികളെ സൗഖ്യമാക്കുന്നു, പല അത്ഭുതങ്ങൾ കാണുന്നു. അവർ അതിനകത്ത് ഇങ്ങനെ സന്തോഷിച്ചുല്ലസിക്കുക. പക്ഷെ പെട്ടെന്ന് യേശുവിന് തോന്നി ഈ പുരുഷാരം വളരെ വിശന്നിരിക്കുകയാണ്. ശിഷ്യന്മാർ പറയുന്നു ഒരു സോഴ്സും ഇല്ല, ഒന്നും ചിന്തിക്കേണ്ട, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ യേശു ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു 5 അപ്പവും 2 മീനും ഉള്ള ഒരു കൊച്ചു പയ്യനെ കണ്ടെത്തിയിട്ടുണ്ട്, ഉള്ളത് കൊണ്ട് യേശുവിന്റെ കയ്യിൽ കൊടുക്കുക. ഇവിടെ എഗൈൻ എന്റെ ദൂതല്ലെങ്കിൽ പോലും ഒരു കാര്യം ഞാൻ പറയാം, എന്താണോ ഉള്ളത് ചെറുതാണെങ്കിലും കരത്തിനകത്തോട്ട് കൊടുത്തോ അത്ഭുതമാക്കി തീർക്കാൻ ഈ ദൈവത്തിനെ പറ്റത്തുള്ളൂ. ചെറിയതായിരിക്കാം, വലിയ കഴിവ് കാണത്തില്ല, വലിയ സാമ്പത്തികം കാണത്തില്ല, വലിയതൊന്നും പറയാൻ കാണത്തില്ല. പക്ഷെ ഉള്ളത് എന്നും യേശുവിന് ഇഷ്ടം നമുക്കുള്ളതിനെ ഉപയോഗിക്കാനാണ്. ഞാൻ ആ വാക്ക് ആവർത്തിക്കട്ടെ, നമുക്ക് ഉള്ളതിനെ ഉപയോഗിക്കാനാണ് എന്നും കർത്താവിന് ഇഷ്ടം. മോശെ, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു വടി താ, ഈ വടി തന്നെ നീ ചെങ്കടലിനെ പിളർക്കും. ഈ വടി ഇപ്പൊ എന്തോത്തിനാ? ആടിനെ മേയ്ക്കാനാ. പക്ഷെ ഇതേ വടി തന്നെ ചെങ്കടലിനെ പിളർക്കേണ്ട അഭിഷേകമാക്കി സ്വത്രം ഞാൻ മാറ്റിത്തരാം. ഹല്ലേലൂയ, സ്തോത്രം. വിധവേ, എന്താ നിന്റെ കയ്യിലുള്ളത്? അത് കുറച്ച് സ്വത്രം മാവ്, കുറച്ച് 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 അതിങ്ങ് തന്നോ. അതിനകത്ത് തന്നെ ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എന്താ ഉള്ളത്? 5 അപ്പവും 2 മീനും. ഇങ്ങോട്ട് ഓടിക്കൊണ്ട് തന്നോ. ഇത് കയ്യിൽ കൊടുക്കുക, ഇത് കയ്യിൽ കൊടുക്കാം. ഇത് കയ്യിൽ കൊടുക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ നമുക്ക് ഇതൊക്കെ യേശു 5 അപ്പവും 2 മീനെ എടുത്ത് അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയാണോ ദൈവമക്കളെ അവിടെ എഴുതിയിരിക്കുന്നത്? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 5 അപ്പവും 2 മീനും കൈക്കകത്തെടുത്തിട്ട് യേശു ആദ്യം ചെയ്തത് സ്വർഗത്തിലേക്ക് നോക്കി. ഓക്കെ, ഇനി എന്റെ ദൂതിലേക്ക് ഞാൻ വരികയാണ്. സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്. എന്തുവാ? എന്തുവാ? അവയെ അനുഗ്രഹിച്ച് നുറുക്കി. അവയെ ആരെ? 5 അപ്പത്തെയും 2 മീനും. നമ്മൾ വിചാരിക്കുന്ന അനുഗ്രഹം ദൈവജനത്തിന്റെ മേലെ മാത്രമാണെന്നല്ലേ? ഇവിടെ അപ്പത്തെ അനുഗ്രഹിക്കുക, 2 ഇവിടെ മീനെ അനുഗ്രഹിക്കുക. 2
ഇവിടെ പല ദൈവദാസന്മാരും ഇതിനെ തെറ്റായിട്ടൊക്കെ വ്യാഖ്യാനിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്തോ ട്രാൻസ്ലേഷനിൽ വന്ന മിസ്റ്റേക്ക് ആണ്. ജനത്തെ അനുഗ്രഹിച്ച കാര്യമാണ് പറയുന്നത്, അല്ലാതെ ഈ ചത്ത മത്സ്യത്തെ അനുഗ്രഹിച്ചിട്ട് എന്നാ ചെയ്യാനാ? നോ, അവയെ അനുഗ്രഹിച്ചു. ഞാൻ പല ട്രാൻസ്ലേഷനും എടുത്തു നോക്കി. അവൻ കയ്യിൽ എന്താണോ വന്നത് അതിനെ അനുഗ്രഹിച്ചു. എന്തിനാ യേശുവേ നീ അതിനെ അനുഗ്രഹിക്കുന്നേ? എന്തിനാ നീ അതിനെ അനുഗ്രഹിക്കുന്നേ? ഞാൻ പറയാം. അവിടെ അനുഗ്രഹിച്ചു എന്നുള്ള വാക്ക് നിങ്ങൾ കണ്ടല്ലോ. അനുഗ്രഹിച്ച് അനന്തരം അത് വർധനവിലേക്ക് നീങ്ങുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, വേദപുസ്തകത്തിന്റെ ഒരു ലോ, ഇവിടെ യേശു ഉപയോഗിച്ച റെവലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, വെളിപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയാം, എന്താണോ വർധനവിലേക്ക് നീങ്ങേണ്ടത് അതിന്റെ മേൽ വന്നു വീഴുന്ന അനുഗ്രഹമാണ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പറയില്ലേ വർദ്ധിപ്പിക്കണേ 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 വർദ്ധിപ്പിക്കണേ. അല്ല, പ്രാർത്ഥനയെ ഒന്ന് ചെറുതായിട്ട് തിരുത്തണം. ആദ്യം അതിനകത്തൊരു അനുഗ്രഹം വീഴണം. കാരണം എവിടെ അനുഗ്രഹം വീഴുന്നോ അനുഗ്രഹമാണ് വർധനവിലേക്ക് നീങ്ങുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പൊ എനിക്ക് നല്ലൊരു വീടുണ്ടെന്നിരിക്കട്ടെ, എനിക്ക് നല്ലൊരു കാർ ഉണ്ടെന്നിരിക്കട്ടെ, എനിക്ക് കുറെ വസ്തുക്കൾ ഉണ്ടെന്നിരിക്കട്ടെ, എനിക്ക് നല്ല 2-3 തലമുറകൾ ഉണ്ടെന്നിരിക്കട്ടെ, എനിക്ക് നല്ല കുടുംബ ജീവിതമാണെന്നിരിക്കട്ടെ, നിങ്ങൾ ഉടനെ എന്നെ നോക്കി പറയും, അനൂക്ക് എന്നെ സിസ്റ്ററെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു വെച്ചേക്കുക അല്ലെ? എന്താ കാര്യം? കാറ്, വീട്, വസ്തു വകകൾ, കുടുംബജീവിതം, ഈ ഭൂമിയിൽ എനിക്ക് 70-80 വർഷം ജീവിക്കാനുള്ള സകല മേഖലകളും എന്റെ ഈ 34ാമത്തെ വയസ്സിൽ കിട്ടിയത് കൊണ്ട് നിങ്ങൾ പറയും ഈ ചെറു പ്രായത്തിൽ അനുസിസ്റ്ററെ ദൈവം അനുഗ്രഹിച്ചു. തെറ്റ്. ഇവിടെ എനിക്ക് സംഭവിച്ചത് വർധനവ. ഈ നിങ്ങൾ കാണുന്ന കാറും നിങ്ങൾ കാണുന്ന വീടും നിങ്ങൾ കാണുന്ന സുഖ സൗകര്യങ്ങളും വർധനവിന്റെ ഭാഗമാ. സൂത്രം. അത് അനുഗ്രഹമല്ല, അത് വർധനവ. എവിടെയാ അനുഗ്രഹം വീണത്? ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ഞാൻ അല്പമായി മാത്രം പിടിച്ചുകൊണ്ടിരുന്ന അവസ്ഥ ഉണ്ടല്ലോ, അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം വീണത്. ആ അനുഗ്രഹത്തിന്റെ റിസൾട്ട് ആണ് ഇന്ന് കാണുന്ന മറ്റിതര സംഗതികൾ. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എല്ലാം ഉള്ളവരെ നോക്കി അധികമൊന്നും ഇല്ലാത്തവര് ഭാരപ്പെടരുത്. സ്തോത്രം. തലമുറകൾ ഭയങ്കര നിറവിൽ നിൽക്കുന്ന അമ്മമാരെ നോക്കി ഒന്നുമില്ലാത്ത ആന്റിമാര് പറയരുത് എന്റെ കുഞ്ഞിനൊരു അനുഗ്രഹം ലഭിച്ചിട്ടില്ല എന്ന് പറയരുത്. അനുഗ്രഹം നിങ്ങളുടെ കുഞ്ഞിനും വന്നു വീഴുമ്പോൾ വർധനവ് ഓട്ടോമാറ്റിക്കലി നടക്കും. ഇത് വേദപുസ്തകത്തിന്റെ നിയമമാണ്. ഞാൻ 1-2 വാക്യങ്ങൾ എടുത്തൊന്ന് തെളിയിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഇതിൽ നിന്ന് വ്യക്തമായ ചില പ്രവചന ശബ്ദങ്ങളുണ്ട് വ്യക്തികളോട്. പക്ഷെ ഇന്നത്തെ ഈ ഒരു മെസ്സേജിന്റെ പ്രത്യേകത, ഒരു കുറിവാക്യം മാത്രം എടുത്ത് അടിച്ചു വിട്ടങ്ങ് പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ഇന്നിതൊരു ടീച്ചിങ് ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടോ, ഒരു കുഴപ്പവുമില്ല. സ്തോത്രം. പക്ഷെ നിങ്ങൾ ഇതിന്റെ സ്തോത്രം, ഹല്ലേലൂയ, എന്തു പറയുന്നത്, കാരണസഹിതം ഇതിന്റെ സകല മേഖലകളും മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ റിസൾട്ടിനെ ഇതുണ്ടാക്കും. ഞാനൊരു കാര്യം പറയാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഒരു മിനിറ്റ്, അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. 26-ാമത്തെ വാക്യം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ ദൈവം അവരെ
അനുഗ്രഹിച്ചു. 28ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? അതിന് മുന്നോട്ട് ഞാൻ വായിച്ചത് ഇത് എന്തോ സംഭവം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാ. മനുഷ്യരെ ഉണ്ടാക്കുന്ന കാര്യം പറയുന്നേ. ദൈവം അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും വേദപുസ്തകത്തിനകത്ത് ഒരു കുത്ത് കാണാൻ പറ്റത്തില്ല, ഒരു ഫുൾ സ്റ്റോപ്പ് കാണാൻ പറ്റത്തില്ല. മറിച്ച് നിങ്ങൾക്കൊരു സ്തോത്രം ഒരു ഡബിൾ ഡോട്ടാ കാണാൻ പറ്റുന്ന. അർത്ഥം അനുഗ്രഹിച്ചു അനന്തരം എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ സന്താന പെരുകി, യു മൾട്ടിപ്ലൈ. കാരണം എവിടെ അനുഗ്രഹം വന്ന് വീഴുന്നോ അവിടെ വർധനം അതിനെ തുടർന്ന് നടക്കുകയാണ്. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ദൈവമാണ് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാൽ പോരെ നിങ്ങൾ സന്താന പുഷ്ടി ഉള്ളവരായിട്ട് അങ്ങോട്ട് പെരുകണം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കത്തില്ലേ? സംഭവിക്കും. പക്ഷേ ദൈവം പറയാ അങ്ങനെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം ആദ്യമേ വർധനവിന് തൊട്ടു മുന്നേ സംഭവിക്കേണ്ടത് എന്താണോ വർദ്ധിക്കേണ്ടത് അതിന്റെ മേൽ ഒരു അനുഗ്രഹത്തിന്റെ വാക്ക് വീഴണം എന്നുള്ളത്. 1, 2, 3 വാക്യങ്ങൾ ഞാൻ ഇത് എടുത്ത് തെളിയിച്ചിട്ട് ഞാൻ എന്റെ മെസ്സേജിലോട്ട് കിടക്കത്തുള്ളൂ. നിങ്ങൾ കുറച്ച് ക്ഷമയുള്ളവരായി നിന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. 1, 2, 3 വാക്കുകൾ, ഒരു വാക്യം മാത്രത്തിനകത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഞാൻ അങ്ങനെ സ്തോത്രം ഒപ്പിച്ചു കൂട്ടത്തില്ല. ഹല്ലേലൂയ. 1, 2, 3 വാക്യങ്ങൾ ഞാൻ ഒന്ന് എടുത്തു വായിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇനി സ്തോത്രം ഞാന് ഹല്ലേലൂയ, സ്തോത്രം. ഇനിയുള്ള വാക്യങ്ങളൊക്കെ ഞാനൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിനകത്തും ഇത് തന്നെയാ. ഇത് മനുഷ്യരിന്മേൽ തന്നെയല്ല, എല്ലാവിധ കാര്യത്തിനകത്തും, ജീവനുള്ളതിനകത്തും ജീവനില്ലാത്തതിനകത്തും വെള്ളത്തിന്മേലുള്ളതിനകത്തും കാട്ടുമൃഗങ്ങൾക്കകത്തും ഇതേ ലോയാണ് ദൈവം അപ്ലൈ ചെയ്തിരിക്കുന്നത്. 21-ാമത്തെ വാക്യത്തിനകത്ത് പറയാണ്, ദൈവം വലിയ തിമംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പർവ്വജാതികളെ സൃഷ്ടിച്ചു. നല്ലത് എന്ന് കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൽ പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. ഇവിടെ മലയാളം ട്രാൻസ്ലേഷൻ ഒക്കെ വന്നപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അനുഗ്രഹം അവസാനം പോയി. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്ത് വെച്ചാൽ ആദ്യം ഗോഡ് ബ്ലസ് ദം ആൻഡ് മൾട്ടിപ്ലൈ ദം എന്ന്. ആദ്യം ദൈവം അനുഗ്രഹിച്ചു, പിന്നെ വർദ്ധിച്ചു പെരുകുവിനെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഞാന് ഇതിന്റെ അടുത്ത ചില ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ്, ഞാനിപ്പോ 2-3 വാക്യങ്ങൾ എടുത്തല്ലോ. നമ്മുടെ കുറിവാക്യം ഉൾപ്പെടെ, പഴയ നിയമം ഉൾപ്പെടെ, പുതിയ നിയമം ഉൾപ്പെടെ 3 വാക്യങ്ങൾ എടുത്ത് ഞാൻ തെളിയിച്ചു. എവിടെ വർധനവെന്ന് പറയുന്നു അതിനു മുൻപേ എന്തുണ്ട്? എന്തുണ്ട്? അനുഗ്രഹമുണ്ട്. എവിടെ വർദ്ധിക്കാൻ എന്താണോ വർദ്ധിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതിനു മുൻപേ സ്വർഗത്തിൽ നിന്ന് ഒരു അനുഗ്രഹം അതിലേക്ക് വീഴുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം ഞാൻ തലമുറകളെ തൊടുകയാണ്. തലമുറകളുടെ മേൽ വാസ്തവത്തിൽ നിങ്ങളൊരു വർധനവ് പ്രതീക്ഷിക്കുന്നു? വാസ്തവത്തിൽ നിങ്ങളൊരു വർധനവ് പ്രതീക്ഷിക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. ഭവനത്തിന്റെ സാഹചര്യത്തിനകത്ത് വാസ്തവത്തിൽ നിങ്ങൾ ഒരു വർധനവ് പ്രതീക്ഷിക്കുന്നു? അപ്ലൈ വൺ തിങ്, ജസ്റ്റ് അപ്ലൈ വൺ തിങ്. എന്താണോ വർദ്ധിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, വർദ്ധിപ്പിക്കണേ, വർദ്ധിപ്പിക്കണേ, വർദ്ധിപ്പിക്കണേ എന്നല്ല, ആദ്യം അതിനകത്ത് അനുഗ്രഹം വന്നു വീഴണം. സ്തോത്രം. ഒറ്റ ചോദ്യം ആശ്രയാന്റി, യബ്ബേസ് എന്താ പ്രാർത്ഥിച്ചേ? യബ്ബേസ് എന്താ പ്രാർത്ഥിച്ചത്? അതിരിനെ വിശാലമാക്കി. അങ്ങനാണോ പ്രാർത്ഥന തുടങ്ങുന്നേ? പറ, അങ്ങനാണോ പ്രാർത്ഥന തുടങ്ങുന്നേ? അല്ല, നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരിനെ. ഇപ്പൊ പഴയ നിയമ ഭക്തന്മാർക്കൊക്കെ അറിയായിരുന്നു ഇതെന്താ സംഭവം. നമ്മളാണ് ഇതിന്റെ തലയും വാലും ഒന്നും ഇല്ലാതെ എന്തൊക്കെയോ വാരിക്കൂട്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നും നടക്കാതെ വരുമ്പോ പിന്നെ നിരാശപ്പെടുന്നു, പിന്നെ ഗ്രൂപ്പിലിടുന്നു, പിന്നെ ലീഡ് ചെയ്യുന്നവരെ വിളിച്ചു പറയുന്നു. പഴയ നിയമ ഭക്തന്മാർക്കൊക്കെ ഇത് അറിയായിരുന്നു. ഒരു വിശാലത വരണോ അതിനു മുമ്പ് ബ്ലെസ്സിംഗ് വന്ന് വീഴണം. കാരണം ഒരു ബ്ലെസ്ഡ് തിങ്ങിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വാക്ക് നിങ്ങൾ കേട്ടോ? ഒരു അനുഗ്രഹിക്കപ്പെട്ട കാര്യത്തിനെ വർദ്ധിക്കാൻ പറ്റത്തുള്ളൂ.
സ്തോത്രം. ഈ അനുഗ്രഹം വന്ന് വീഴാൻ നിങ്ങൾ ക്ഷേത്രത്തിൽ പൂജ ചെയ്യണ്ട, ആമസോത്രഹാല ഇത്ര പടി കയറണ്ട, ആമസോത്രഹാല കുരിശുമാല എന്തുവാ കൊടുക്കണ്ട, നേർച്ച കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഈ അനുഗ്രഹം വന്ന് വീഴാനുള്ള 3-4 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. ഇവിടെ ഞാൻ അനുഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്ന പ്രോസ്പിരിറ്റി ഒന്നുമല്ല കേട്ടോ. അനുഗ്രഹത്തിന്റെ നദികൾ കവിഞ്ഞൊഴുകുന്നു, ആ അനുഗ്രഹമൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ അനുഗ്രഹം എന്ന് പറയുന്നത് ആരുമില്ലാത്ത സമയത്ത്, ഒന്നുമില്ലാത്ത സമയത്ത് അവനും ദൈവവുമായിട്ട് നടത്തുന്ന വ്യക്തിപരമായ സംഭാഷണത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന ചില വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വീഴുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ തോന്നുക ഇവന്റെ മേൽ ഒരു അനുഗ്രഹത്തിന്റെ വാക്ക്. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ അനുഗ്രഹമാണ് ശക്തമായ വർധനവിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. Rakabala Shabada Rastia Lagamthara Atara Deri Crowda Jadara Haida Bathori Galkastia Rahamthara Adaragadi അങ്ങനെ അനുഗ്രഹം വീഴാൻ എങ്ങനെ പറ്റും? ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഒരു ബ്ലെസ്സിങ് നടക്കത്തില്ല. ചില വിലകൾ കൊടുക്കണം. എന്താ വില കൊടുക്കേണ്ടത്? ഞാൻ പറയാം, 1 by 1 ആയിട്ട് ഞാൻ പറയാം. അവസത്രം ഇങ്ങനെ പറയുന്നത് ഇഷ്ടമാണോ, അതോ ഇങ്ങനെ ഒരു വാക്ക് എടുത്ത് ഭയങ്കര 1 hour the whole മെസ്സേജ് ഒരു എല്ലാം വിടുത്തിട്ട് തൂതികൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ വേണേലും നമുക്ക് സമയം കളയുന്നതുകൊണ്ട് 5 പേരോട് പ്രവചിക്കുമ്പോഴേ 1 മണിക്കൂറാകും, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ കർത്താവ് എന്റെ ശുശ്രൂഷയെ തിരിക്കുന്നത് ജനം വചനം അറിയാതെ ചുമ്മാ തലയും വാലും ഇല്ലാതെ എന്തൊക്കെയോ പറയുന്നു, പ്രാർത്ഥിക്കുന്നു, കിട്ടുന്നില്ല, പിന്നെ നിരാശപ്പെടുന്നു, പിന്നെ എന്തൊക്കെയോ കിട്ടുന്നു, പിന്നെ കിട്ടുന്നില്ല, പിന്നെ എന്തൊക്കെയോ കിട്ടും. നോ, നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കുന്നത്. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആര്യോട് പറ, അനുകന്നത്തിന്റെ നമ്പർ ഒന്ന് തന്നെ, ആദ്യ പ്രസംഗിച്ച സിസ്റ്റർ നമ്പർ ഒന്ന് തന്നെ, ഞങ്ങൾക്ക് വിളിച്ച് 2 പറയണമെന്ന് പറ. നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്ക്. ഒരു മെസ്സേജ് കിട്ടിയ എന്റെ ലൈഫിനകത്ത് ഇത് ഇങ്ങനെ തന്നെ, വചനത്തിന് മാറ്റമില്ലെന്ന് എങ്കിലും ഞാൻ എന്റെ ലൈഫിനകത്ത് കണ്ട റിസൾട്ട് ഞാൻ പ്രസംഗിക്കാറുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ജനത്തെ കബളിപ്പിക്കാൻ ഞാനില്ല. ആമേസ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഇവിടെ മുതൽ എങ്ങനെയാ അനുഗ്രഹം, പറഞ്ഞല്ലോ, സിസ്റ്റർ പറഞ്ഞല്ലോ, വർദ്ധനവ് അനുഗ്രഹം മൂല വരുന്നത്. എങ്ങനെയാ അനുഗ്രഹം വരുന്നത് ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാൻ തന്നെ ഒന്ന് വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. എന്റെ ചോദ്യം, അബ്രഹാം എല്ലാം വിട്ടോ? ഉണ്ടായിട്ടിരിക്കുന്നു. അബ്രഹാം എല്ലാം വിട്ടു. ചിലര് വേദപുസ്തകം വായിക്കുന്നതിന്റെ തിരക്ക്, ചിലർ എഴുതുന്നതിന്റെ തിരക്ക്, ചിലർ റെഫറൻസ് നോട്ട് ചെയ്യുന്ന തിരക്ക്, എല്ലാം നടക്കട്ടെ. ഒപ്പം എന്നെ കൂടെ ഒന്ന് ശ്രദ്ധിക്കാമോ? അബ്രഹാം എല്ലാം വിട്ടോ? ഇല്ല. അബ്രഹാം എന്നതാ വിടാഞ്ഞത്? എല്ലാം വിട്ടിറങ്ങി. ഇല്ലേ? അബ്രഹാം ഈ ഇല്ല എന്ന് പറഞ്ഞ ആരാന്ന് ചോദിച്ചാൽ എന്നതാ വിടാഞ്ഞെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ലോത്തിനെയും കുടുംബത്തെ. ഓ, ലോത്തിനെയും ഭാര്യ മക്കളെയും. ഓക്കെ, അപ്പൊ ഭാര്യ മക്കളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ സ്തോത്രം. ആ കസിൻ ചെറുക്കനെ കൂടെ കൂട്ടി. എന്റെ ചോദ്യം, അബ്രഹാമിന് ഉള്ളതെല്ലാം, അതായത് എന്തൊക്കെ താൻ ഇതുവരെ വിലയേറിയതായി കണ്ടു, അതെല്ലാം ദൈവം പറഞ്ഞതുപോലെ സ്തോത്രം ദേശത്തെ വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, പിതൃഭവനത്തെ വിട്ടു, ദൈവത്തിന്റെ വാക്കിനെ മാത്രം നോക്കി അബ്രഹാം ഇറങ്ങിയോ? ഇറങ്ങി. വിലയുള്ളതായി കണ്ടോ? അത് മുഴുവൻ അബ്രഹാം വിട്ടു. ലോത്തിനെ കൂടെ കൂട്ടി എന്നുള്ളത് ആന്റി പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുന്നു. ലോത്തിനെ കൂടെ കൂട്ടി. കുറച്ച് കഴിയുമ്പോ അതിനെ ദൈവം എടുത്തു മാറ്റിയല്ലോ, അതിൽ സന്തോഷം. മെസ്സോത്ര എല്ലാം വിട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോ മെസ്സോത്ര ഹല്ലേലൂയ ഒരാളെ സഹതാപത്തിന്റെ പേരിൽ കൂടെ കൂട്ടി. കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ ദൈവം എടുത്തു മാറ്റിയല്ലോ. മെസ്സോത്ര ഭാര്യ മക്കളെ വിട്ടുകളയാൻ വേദപുസ്തകം പറയുന്നില്ല, അതുകൊണ്ട് അത് അവസാനം വരെ നിന്നു. ഹല്ലേലൂയ സ്തോത്രം. അല്ലേ? സത്യമല്ലേ? ദൈവം പറയുമ്പോ എല്ലാം വിട്ടാതെ ചിലരൊക്കെ ചേർത്ത് പിടിച്ച അടുത്ത അധ്യായങ്ങളിൽ ദൈവം തന്നെ എടുത്തു മാറ്റിക്കോളും കേട്ടോ, ഒരു സംശയവും വേണ്ട. അത് എടുത്തു മാറ്റാതെ ദൈവം നിന്നോട് വ്യക്തമായി സംസാരിക്കുമെന്ന് നീ സ്വപ്നത്തിൽ കരുതരുത്. അത് എടുത്തു മാറ്റിക്കോളും. ദൈവം തന്നെ അത് എടുത്തു മാറ്റിക്കോളും. അവസാനം നിങ്ങൾ തന്നെ പറയും, ഒന്ന് തെക്കോട്ട് പോകാമെങ്കിൽ ഞാൻ വടക്കോട്ട് പൊയ്ക്കോളാം, ഒന്ന് വടക്കോട്ട് പൊയ്ക്കാമെങ്കിൽ ഞാൻ തെക്കോട്ട് പൊയ്ക്കോളാം. അത് മെസ്സോത്ര ഹല്ലേലൂയ. ഹിതമില്ലാത്ത സകലതും ദൈവമായിട്ട്
ആമേസ്തോത്ര ചിലതിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവായിട്ട് എടുത്തു മാറ്റിക്കോളൂ. അതിനിപ്പോ എത്ര അമ്മാച്ചന്റെ മോനാന്ന് പറഞ്ഞാലും ശരി. ശരി, ഹല്ലേലൂയ, സ്തോത്രം. ഓക്കെ, 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എല്ലാം വിട്ട് ആമേസ്തോത്ര ഹല്ലേലൂയ അബ്രഹാം ഇറങ്ങുകയാണ്. 13-ാം അധ്യായത്തിന്റെ 12-ാം അധ്യായത്തിൽ എല്ലാം വിട്ട് അബ്രഹാം ഇറങ്ങുന്നു. 13-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുക, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നു. ഒറ്റ ചാപ്റ്റർ കഴിഞ്ഞപ്പോഴേ മേഴ്സി ആന്റി ആള് ദേശത്തേക്കും വെച്ച് ബഹുസമ്പന്നനായി തീർന്നു. എല്ലാം വിട്ടിറങ്ങിയതാ. അബ്രഹാം ഓവർ ടൈം ചെയ്തു കാണും, അല്ലെങ്കിൽ ദിവസേന 5 ഡ്യൂട്ടി എടുത്തു കാണും, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് അടിച്ചു കാണും. എങ്ങനെയാ അബ്രഹാമിന് വർധനവ് സംഭവിച്ചേ? ഒന്നുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാ ബഹുസമ്പന്നനായി തീരത്തക്ക രീതിക്കകത്ത് എവിടെയാ എന്താ അബ്രഹാമിന് സംഭവിച്ചേ? ഞാൻ പറയാം എന്താ അബ്രഹാമിന് സംഭവിച്ചെന്ന്. 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം പറയാം, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അതായത് ഈ ബഹുസമ്പന്നതയ്ക്ക് തൊട്ടു മുമ്പാകെ നടക്കുന്ന കാര്യം നിങ്ങൾക്കറിയണ്ടേ. ഒന്നുമില്ലാത്ത അബ്രഹാം എങ്ങനെ സമ്പന്നനായി തീർന്നേ? അദ്ദേഹത്തിന്റെ മേൽ എങ്ങനെ വർധനവ് വന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ. 7-ാമത്തെ വാക്യത്തിൽ പറയാം, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിന്റെ മേൽ അനുഗ്രഹം വന്നു വീഴുന്നില്ല. അനുഗ്രഹിക്കും 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 എന്ന് ദൈവം പറയുന്നേ ഉള്ളൂ. ഐ വിൽ ബ്ലസ് യു, ഐ വിൽ ബ്ലസ് യു. അങ്ങനല്ലേ? ലിറ്ററലി അബ്രഹാം അനുഗ്രഹം കണ്ടോ? കണ്ടില്ല. അനുഗ്രഹിക്കും. മോനെ നീ എല്ലാം വിട്ടറിയിക്കോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്റെ പേര് വലുതാക്കാം, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. 7-ാമത്തെ വാക്യത്തിൽ പറയാം, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും. കൊടുക്കും, കൊടുത്തിട്ടില്ല, കൊടുക്കും, കൊടുക്കും. ഇതെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോ. നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്യണേ. വാഗ്ദത്തങ്ങൾ ഒത്തിരി വന്ന് വീണിട്ടുണ്ട്. ചെയ്യാം 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 അല്ലേ? നമ്മൾ വിചാരിക്കുന്ന 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോഴേ ആമേസ്തോത്ര അനുഗ്രഹത്തോടെ ആ മനുഷ്യൻ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അനുഗ്രഹം ഈ മനുഷ്യന് ഇതുവരെ ലിറ്ററലി നേരിട്ട് കണ്ടിട്ടില്ല. വാഗ്ദത്തം വന്ന് വീണിട്ടേ ഉള്ളൂ, ദൂത് വന്ന് വീണിട്ടേ ഉള്ളൂ, ചിലതൊക്കെ അവകാശമായി തരാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ അതിന്റെ സാക്ഷാത്കാരം എപ്പോഴാ നടന്നേന്ന് കേൾക്കണോ? ഇതിങ്ങനെ പറയും. അബ്രഹാം എന്തോ ചെയ്തെന്നറിയാമോ? 7-ാമത്തെ വാക്യത്തിൽ പറയാ, തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. നിങ്ങൾ വളരെ എന്നോട് ശ്രദ്ധിക്കണേ. നിങ്ങൾ വളരെ എന്നോട് ഇത്രയും പേരുണ്ട്. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രവചന ശുശ്രൂഷയാണെങ്കിൽ സമയമെടുത്ത് അവസാനം അത് ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. നിങ്ങൾ പേടിക്കണ്ട. ഇതെന്താ ആരോട് വ്യക്തിപരമായ ദൂത് പറയാത്ത? അങ്ങനെ ഒന്നും നിങ്ങൾ വറിയിടാകണ്ട. ആദ്യം വചനകത്തോട്ട് കയറ്. നമ്മൾ അവസാനം ഒരുമിച്ച് പ്രാർത്ഥിക്കും. വ്യക്തിപരമായ പ്രവചന ശബ്ദം ആരോടൊക്കെ ഉണ്ടോ അവരോടൊക്കെ പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്ക് ശ്രദ്ധിച്ചോ, അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. എന്റെ ചോദ്യം, കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത, കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത, എവിടെ രാത്രി ഒന്ന് തല ചായിക്കുമെന്ന് ഉറപ്പില്ലാത്ത അബ്രഹാമെ എല്ലാം തരാമെന്നൊരു ദൈവം പറഞ്ഞപ്പോഴേ എന്തിന്റെ പേരിലാണ് അങ്ങ് ആ ദൈവത്തിനൊരു യാഗപീഠം പണിതേ? ഉള്ള സ്ഥലത്ത് വല്ല കൂര അടിച്ച് കിടക്കാൻ പാടില്ലേ? ഒന്നുമില്ലേ? നിങ്ങളെ വിശ്വസിച്ച് കുറെ പേര് പുറകെ എണ്ണം വന്നിട്ടില്ലേ? അവരെ എവിടെ കിടത്തും? ഒന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ടെങ്കിൽ പിന്നെ ഉണ്ട് നന്ദി സൂചകമായി സ്തോത്രാഴ്ച പ്രാർത്ഥന. ആമേ, ദൈവമക്കൾക്ക് ലഡു വിതരണം ചെയ്യാം. കൊച്ചു എക്സാം പാസ്സായാലേ ആമേ സ്തോത്രം. പ്രാർത്ഥിച്ച ദൈവദാസന് എന്തെങ്കിലും ദശാംശം കൊടുക്കാം. അനുഗ്രഹം കണ്ടല്ലോ. ഇതൊന്നും കാണുന്നതിന് മുൻപേ എന്തിനാ ദൈവത്തിന് യാഗപീഠം പണിയുന്നേ? എന്തിനാ ദൈവത്തിന് യാഗപീഠം പണിയുന്നേ? ആമേ സ്തോത്രം. അബ്രഹാം പറയാ, എനിക്ക് ആമേ ഒരു വെളിപ്പാട് അറിയാം. എന്താ വെളിപ്പാട്? എന്താ വെളിപ്പാട്? നിങ്ങൾക്ക് കേൾക്കണോ? എന്താ വെളിപ്പാട്? ആമേൻ സ്തോത്ര ഹല്ലേലൂയ. ആമേ 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 ആമേ. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ
24-ാമത്തെ വാക്യമാണ് അബ്രഹാമിന് അറിയാവുന്ന വെളിപ്പാട്. ഇനി ഞാൻ വായിപ്പിക്കത്തില്ല കേട്ടോ, എനിക്ക് മനസ്സിലായി. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നിങ്ങളൊന്ന് മടുത്തു തുടങ്ങിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകമല്ല, പുറപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. അതുകൂടെ ഒന്ന് ഉറക്കെ വായിച്ച് കേൾപ്പിക്കാമോ ആന്റി? എനിക്ക് മണ്ണുകൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാന യാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന എന്റെ നാമത്തിന്റെ സ്മരണ ആരാ പറയുന്നത്? ദൈവം പറയാ. ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ ഈ ചെവി തുറന്ന് ഈ 133 പേരും കേട്ടോ. ഞാൻ എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളൊരു യാഗപീഠം ഉണ്ടാക്കിയാലേ അത് മണ്ണ് കൊണ്ടുള്ളതാണെങ്കിൽ പോലും, സ്വർണം കൊണ്ടുള്ളതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല, വെള്ളി കൊണ്ടുള്ളതെന്നും ദൈവം പറഞ്ഞിട്ടില്ല. ആകാശത്തോളം മുട്ടുന്നതെന്നും ദൈവം പറഞ്ഞിട്ടില്ല. കോടികൾ മുടക്കിയതാണെന്നും ദൈവം വാശി പിടിക്കുന്നില്ല. ഒരു മണ്ണ് കൊണ്ടുള്ളതാണെങ്കിൽ പോലും എന്റെ നാമത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണോ നീ അത് ആ ദേശത്തിന്റെ നടുവെ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനകത്ത് ഇറങ്ങിയിട്ട് എന്തോ ചെയ്യും? ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാമിനറിയാം, ഒന്നുമില്ലേലും ഒരു യാഗപീഠം ഉണ്ടാക്കിയ ദൈവം വരും. ദൈവം വന്നാൽ അനുഗ്രഹിക്കാതെ പോകത്തില്ല. അനുഗ്രഹിച്ചാൽ 13-ാമത്തെ അധ്യായത്തിൽ കയറുമ്പോഴേ വർദ്ധനവ് സംഭവിക്കും. ഓ ജീസസ്, ഹല്ലേലൂയ. എനിക്കറിയില്ല ഇത് എത്ര പേര് ഏറ്റെടുക്കുന്നത്. എന്തായാലും ഞാൻ ഇത് ഏറ്റെടുത്തിട്ടേ പോകത്തുള്ളൂ. അല്ലല്ലോ, ഞാൻ പറഞ്ഞാന്ന് കരുതിപ്പോ പരിശുദ്ധപ്പ പറഞ്ഞത് എനിക്ക് ഏറ്റെടുക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. നിങ്ങൾ പിടിച്ചില്ലേ, ഞാനിത് പിടിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇത് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ആലയങ്ങളുടെ അടിസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം. യെസ്, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ ആന്റി, പ്രാർത്ഥിച്ചോ. ദൈവം ചുമ്മാ ദൂത് പറയത്തില്ല. വൈഡം തൂരികൾ കസിയ റഗം തറ റീകബല വൈഡത്ത റഗൽ കദിയാല ഹന്ദ പ്രൗഢ തൂരികൾ കസെ. മ്യൂട്ട് ചെയ്യണേ റഖമന സേരി കബല. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് ചാറ്റ് ബോക്സിലൊക്കെ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ എന്തിനാ ആലയത്തിന് അടിസ്ഥാനം ഇടുന്നേ? നിങ്ങൾ എന്തിനാ ഒരു വീട് തന്നപ്പോ ഒരു മുറിയെ ദൈവത്തിന്റെ യാഗപീഠമാക്കി മാറ്റിയത്? നിങ്ങൾ എന്തിനാ ഒരു കൊച്ചു വീടാണെങ്കിൽ പോലും അതിനകത്ത് ആരാധന കൊടുത്തു ദൈവത്തിന്റെ സ്മരണയ്ക്കു വേണ്ടി കർത്താവ് തന്നത് കർത്താവിന് തന്നെ കൊടുത്തത് എന്തിനാ? എവിടെ എന്റെ സ്മരണയ്ക്കു വേണ്ടി നിങ്ങൾ ചിലത് ഉണ്ടാക്കുന്നു അത് മണ്ണ് കൊണ്ടുള്ള, എനിക്ക് ആ വാക്കെന്റെ സ്പിരിറ്റിന് ഭയങ്കരമായ ചൂട് പിടിപ്പിച്ചു. അത് മണ്ണ് കൊണ്ടുള്ളതാണെങ്കിൽ പോലും, മണ്ണ് കൊണ്ടുള്ളതിനൊക്കെ ഈ കാലത്ത് എന്നാ വിലയാ? ഒരു വിലയില്ല. ഒരു കാറ്റടിച്ചാൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. പക്ഷെ ദൈവം പറയാ, എന്റെ നാമത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത്? എന്റെ നാമ ആ ദേശത്ത് ഉയരാനാണോ നീ വില കൊടുത്ത് നിൽക്കുന്നത്? എന്റെ നാമത്തിനെ ആരാധനയാണോ നിന്റെ വീട്ടിനകത്ത് നടക്കുന്നത്? സ്തോത്രം. യേശുവേ എന്നുള്ള വിളിയാണോ ദേശത്തിന്റെ നടുവിൽ 4 മണിക്ക് എഴുന്നേറ്റ് നീ നിന്റെ അപരം തുറക്കുന്നത്? എന്റെ നാമത്തെയാണോ നീ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? എവിടെ എന്റെ നാമത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യുന്നു, അവിടെ ഞാൻ ഇറങ്ങി വരും. അങ്ങനെ ഞാൻ ഇറങ്ങി വന്നാൽ ഞാൻ അനുഗ്രഹിച്ചിട്ട് പിന്നെ ഓരോന്നിനും മേൽ, ഫിനാൻഷ്യൽ മേഖലകൾക്കൊക്കെ ഒരു വർധനം ഉണ്ടാകട്ടെ, ആരോഗ്യത്തിന്മേൽ ഒരു വർധനം ഉണ്ടാകട്ടെ, തലമുറയുടെ എക്സാമിനകത്ത് ഒരു, പിന്നെ ഓരോന്ന് ദൈവം എടുത്തു പറയത്തില്ല. അനുഗ്രഹം ഉണ്ടോ പിന്നെ സമസ്ത മേഖലകൾക്കകത്തും. ഞാനിത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. പറയുമ്പോ സിംഗപ്പൂരും ജർമ്മനി US ഒക്കെ ആയിരിക്കും. പക്ഷേ അകത്തളങ്ങളിൽ അത്യാവശ്യം നല്ല കാര്യമായി ചില ശൂന്യതകൾ അനുഭവിക്കുന്നത് ചിലത് ഇതിനകത്തിരിപ്പുണ്ട്. ഒന്നെങ്കിൽ ഭൗതിക വിഷയത്തിനകത്ത്, അല്ലെങ്കിൽ ആത്മീക വിഷയത്തിനകത്ത് പുറത്തു പറയാൻ പറ്റി. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്ററിന്റെ ഭാര്യയായിരിക്കും, വിശ്വാസിയുടെ വിഷയം നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങളുടെ വിഷയം ആരോട് പറയും? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരു 3 ഗ്രൂപ്പിന്റെ അഡ്മിനാണ്.
ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് എന്റെ സ്വന്തം ഗ്രൂപ്പ് ഞങ്ങൾ നടത്തുന്നത്, ബാക്കി 2 ഗ്രൂപ്പ് എന്നെ പിടിച്ച് അഡ്മിൻ ആക്കിയതാണ്. എങ്ങനായാലും ആ 3 ഗ്രൂപ്പിന്റെ ചുമതലകൾ ഞാൻ നോക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിനകത്ത് വരുന്ന ഈ കണ്ട പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവൻ നമ്മൾ ഒരു പേപ്പറിനകത്ത് എടുത്തു വെക്കണം. അത് ലീഡ് ചെയ്യണം, അത് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം. ദിവസേന വരുന്ന പ്രയർ റിക്വസ്റ്റിന് കൈയില്ല, കണക്കില്ല. ഫോൺ കോളുകൾ റിങ് ചെയ്യാത്ത നാഴികകൾ, സമയങ്ങൾ വളരെ 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 കുറവാ. പക്ഷെ ഞാൻ ഇടയ്ക്കിരുന്ന് ഞങ്ങളുടെ സഹശുശ്രൂഷകരോട് ചോദിക്കും, ആന്റി എല്ലാവരുടെ വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നത്, നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ എന്തോ ഇടും, ഗ്രൂപ്പിലിട്ട വിശ്വാസികൾ എന്തോ പറയുന്നത്, അത് ശരി, അവർക്ക് തന്നെ വിഷയമാണല്ലേ, എന്നിട്ട് എവരെയാണോ നമ്മൾ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നത്? അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ മലയാളികൾക്ക്. വിശ്വാസികൾക്ക് വിഷയം വരാം, പാസ്റ്ററിനും ഭാര്യയ്ക്കും. അതെന്താ? നമ്മളെന്താ വല്ല സ്വർഗത്തിൽ നിന്ന് പൊട്ടിയിറങ്ങിയതാ? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു ചെറിയ പ്രശ്നം വന്നാൽ നമ്മൾ എന്നാ ചെയ്യും? വിശ്വാസികളോട് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ പരിശുദ്ധാത്മാവ് പറയാ, ആരോടും പറയാൻ പറ്റാത്ത അൺസ്പോക്കൺ വിഷയങ്ങൾ നീ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവേ അതിനകത്ത് കർത്താവ് എന്തേലും ചെയ്യണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. സ്തോത്രം. ദൈവം ഇറങ്ങി വരാൻ ബൈബിൾ വെക്കുന്ന നിയമം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ നാമത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യും. വഴിയിൽ അങ്ങോട്ട് പോകുമ്പോ വാ പിടിച്ചോ, അനുഗ്രഹം കൊണ്ടുവയ്ക്കോ. അങ്ങനെ കർത്താവ് അനുഗ്രഹിക്കും. പിന്നെ കരുണ തോന്നി എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അതല്ല ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇത് പറയുമ്പോഴേ ചില വീടുകളെ ആലയങ്ങളാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവ് ദൂത് പറയാ. എനിക്കറിയത്തില്ല ഈ ദൂത് ആരോടാന്ന് എനിക്കറിയത്തില്ല. ചില വീടുകളെ ഞാൻ വ്യക്തമായി കാണുന്നു. ആ ദേശത്തിനകത്തുള്ള ചിലത് ആ വീട്ടിനകത്ത് കടന്നു വരുന്നു. നിങ്ങൾ 10-15 സഹോദരിമാർ ഒരുമിച്ചിരുന്ന മുറികൾക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. വീടുകൾക്കകത്ത് ഫെലോഷിപ്പുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവരോ ഈ സമയം നടത്തുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. എന്റെ നാമത്തിന് വേണ്ടിയിട്ട് അത് ചെയ്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരാതിരിക്കത്തില്ലോ. അവിടെ കൂടിയിരിക്കുന്നവരുടെ മേൽ അനുഗ്രഹത്തെ വീഴ്ത്താതിരിക്കത്തില്ലോ. അങ്ങനെ അനുഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലോ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് അടറ ദകര സകര ക്രൗഡ ഷാദ റഗന യാറ സ്റ്റീല ലവ തൂറ കൗഡം താര അനുഗ്രഹിക്കണോ. റൂൾ നമ്പർ 1, അവൻ ഉള്ളത് കൊണ്ട് ദൈവകരത്തിൽ കൊടുക്ക്, ദൈവം അതിനെ അനുഗ്രഹിക്കണം. റൂൾ നമ്പർ 2, അവൻ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി ചിലത് പാടിവീൻ. ദൈവം അവിടെ ഇറങ്ങി. അബ്രഹാമിന് ഇത് അറിയായിരുന്നു. അബ്രഹാമിന് ഇത് അറിയായിരുന്നു. എന്താ പുള്ളി വീട് വെക്കാന്? എന്താ പുള്ളി കൂടാരം അടിക്കാന്? എന്തിനാ പുള്ളി ഡയറക്റ്റ് യാഗപീഠം കൊടുത്തേ? യാഗപീഠം മതി, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. മനസ്സിലാവുന്നോ? ഹല്ലേലൂയ സ്തോത്രം. മനസ്സിലായോ? ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പുറപ്പാട് പുസ്തകത്തിൽ എന്താ പറയുന്നത് അറിയാമോ? അബ്രഹാമിനെ സകലത്തിലും യഹോവ അനുഗ്രഹിച്ചെന്ന്. എപ്പോ? നമ്മൾ കണ്ടില്ലല്ലോ. 12-ാം അധ്യായത്തിൽ നിന്ന് 13-ാം അധ്യായത്തിലേക്ക് കയറുന്നതിന്റെ ആ ഇടയ്ക്ക് ഒരു അനുഗ്രഹം വന്നു വീണു. എപ്പോൾ? യാഗപീഠം ഉണ്ടാക്കിയ അനന്തരം. നിങ്ങൾ പ്രാർത്ഥിച്ചോ? നിങ്ങൾ എന്നെ നോക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചോ. ആത്മാവ് ചലിക്കുന്നത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. സ്തോത്രം. നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥിച്ചോ. എവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം. ഞാൻ ഇതിനോടകം 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെങ്കിൽ ഉള്ളത് കൊണ്ട് ദൈവകരത്തിനകത്ത് കൊടുക്കുക. ഞാൻ ഇത് പറയുമ്പോഴേ ചില തലമുറകൾ ദേശത്തിറങ്ങി സ്കൂളിൽ പോകുമ്പോ കോളേജിൽ പോകുമ്പോഴൊക്കെ അവരെ അടിമുടി നോക്കി. ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം അങ്ങ് പറയുക കേട്ടോ. ഇനിയിപ്പോ ഞാൻ അതിന് അവസാന സമയത്തേക്ക് മാറ്റിയൊന്നും വെക്കുന്നില്ല. ഇങ്ങനെ അടിമുടി നോക്കി ഹൃദയത്തിൽ തെറ്റായ നിരൂപണങ്ങൾ അവരുടെ മേലിട്ട്
റഗമന ശതരഗസ്തിയാറ ഇതൊക്കെ പോയ എവിടം വരെ പോകുമെന്നുള്ള നെഗറ്റീവ് വാക്കുകൾ ചിലതിന്റെ തലമേലിട്ട് അത് നിങ്ങൾക്കും അറിയാം. ഭയങ്കര അറ്റാക്കാണ് ആ വാക്തത്വ സന്തതിയോടുള്ള മേളില്. ഞാൻ പറയുന്നത് ചിലപ്പോൾ ചർച്ചിന്റെ അകത്തു നിന്ന് പോലും, ദേശത്തിന്റെ അകത്തു നിന്ന് പോലും, കുടുംബക്കാരിൽ നിന്ന് പോലും, അയൽക്കാരിൽ നിന്ന് പോലും ആരോടും ഇല്ലാത്തത് ആ കുഞ്ഞിനോടുള്ള ബന്ധത്തിനകത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. അതിന്റെ മേൽ കിടക്കുന്ന കെട്ടഴിക്കാനും പൂട്ടഴിക്കാനും നിങ്ങൾ ദൈവദാസന്മാരുടെ കരത്തിനകത്തെല്ലാം കൊണ്ടു നടന്ന് പ്രാർത്ഥിക്കണേ പാസ്റ്റർ, പ്രാർത്ഥിക്കണേ. ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അഭിഷക്തന്മാരുടെ കൈവെപ്പ് അനുഗ്രഹം തന്നെ, ഒരു സംശയവുമില്ല. ഞാൻ തർക്കിക്കുന്നില്ല, വാദിക്കുന്നില്ല. പക്ഷേ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഏത് കുഞ്ഞിനെയാണോ പിശാച് നോട്ടമിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ആ കുഞ്ഞിനെ തന്നെ സ്തോത്രം നിങ്ങളുടെ വീട്ടിന്റെ അകത്തുള്ള ഒരു പ്രാർത്ഥനാ മുറി കാണുമല്ലോ, ആ മുറിക്കകത്തോട്ട് കൊണ്ടുവന്ന് മുട്ടുമടക്കിയിട്ട് ഒരമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾ അതിന്മേ തലയിൽ കൈവച്ചിട്ട് പറ, ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് എല്ലാ അധികാരവും ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ ഇവളെ ബ്ലസ് ചെയ്യുക. എന്താ സംഭവിക്കുന്നേ? ഉള്ളത് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്ത് മേരി ജോണാൻറ്റി ഉള്ളത് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്ത് ആ കരമൊന്ന് നീട്ടി അതുങ്ങളെ ബ്ലസ് ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നേ? അതുവരെ അവരുടെ മേൽ കിടന്ന സകല ശാപവാക്കുകൾ, നെഗറ്റീവ് നിരൂപണങ്ങൾ, സകല കെട്ടുകളും ആ അനുഗ്രഹത്തിന്റെ അകത്തു നിൽക്കാൻ പറ്റത്തില്ല. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഒരു അനുഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയർ, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഓപ്പൺ ചെയ്താൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ കാണുന്നത് അവർ കൈവെക്കുന്ന മേഖലകൾ നിശ്ചയമായി വർദ്ധിച്ചു വരുന്നതായിരിക്കും. അതെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷണാർത്ഥമൊന്നും ചെയ്തേക്കല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. റകബല ശബറ റകമന വൈഡം തൂരികൾ. നമ്മൾ ബേസിക് ആയിട്ടുള്ള പലതും വിട്ടുകളഞ്ഞിട്ടാണ് ഹൈ പിടിക്കാൻ നോക്കുന്നത്. തെറ്റ്. കർത്താവ് പോലും അനുഗ്രഹിച്ചിട്ടാ വർദ്ധിപ്പിച്ചത്. യേശുവിന് പറഞ്ഞപ്പോ 5 അപ്പം 5000 പേർക്ക് തികയട്ടെ, 5 അപ്പം 25,000 പേർക്ക് തികയട്ടെ. നോ, ആദ്യം അതിനെ അനുഗ്രഹിച്ചു. കാരണം കർത്താവിനറിയാം അനുഗ്രഹം വന്നിട്ടുണ്ടോ വർധന ഉറപ്പാ, അനുഗ്രഹം വന്നിട്ടുണ്ടോ വർധന ഉറപ്പാ, അനുഗ്രഹം വന്നിട്ടുണ്ടോ വർധന ഉറപ്പാ. ശബര റാഖബല അടര ധേരിസ്റ്റിയ ലഹംതര ജനഗതിയ മേരിച്ചോൾ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നല്ലോ. അടരകഥ പറവ ശന്തര റീക്കര വൈഡബ്ധോ ദികൽക്കസിയ റകാംധുര. നമ്മൾ പറഞ്ഞില്ലേ സ്തോത്ര ഹല്ലേലൂയ സ്തോത്രം. വെള്ളത്തിനകത്ത് കിടക്കുന്ന മത്സ്യങ്ങളോടൊക്കെ സ്തോത്ര കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക, നിങ്ങൾ വർദ്ധിച്ചു പെരുക. അത് കഴിഞ്ഞിട്ട് വന്ന മനുഷ്യനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക. ആ മത്സ്യത്തിൽ, ആ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യത്തിന്റെ മീതെ വാഴാൻ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക. നിങ്ങൾ വർദ്ധിക്കും, നിങ്ങൾ പെരുകും. പരിശുദ്ധാത്മാവ് ദൂത് പറയാ, എവിടെയാണോ സ്വത്ര ഹല്ലേലൂയ സ്വത്ര ചിലത് കയറി പിടിച്ച് ഒരു മൂലയിലോട്ട് മാറി നിൽക്കുന്നത്, നീ അവിടെ നിന്ന് പുറത്തിറങ്ങണം. ചിലതിന്റെ മേൽ വാഴാൻ, ആ വാക്ക് ഞാൻ അടിവരയിട്ട് ദൂത് പറയുക. ചിലതിന്റെ മേൽ വാഴാൻ, എസ്പെഷ്യലി നിങ്ങൾ താമസിക്കുന്ന ദേശത്തിന്റെ അകത്ത് പിടിച്ചടക്കി വച്ചിരിക്കുന്ന ചില ദേശാധിപതി ശക്തികളെ കീഴടക്കിക്കൊണ്ട് ആ ദേശത്തിന് മീതെ വാഴാൻ ഞാൻ നിങ്ങളെ വർദ്ധിപ്പിക്കുമെന്നല്ല, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചിട്ടില്ല, അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. വാഗ്ദത്തം വന്ന് വീണിട്ടേ ഉള്ളൂ. ഇനി അബ്രഹാമിനെ പോലെ നീ അതിനനുസരിച്ച് ചില ചുവടുകൾ എടുത്തു വെക്കുകയാണെങ്കിൽ എനിക്കറിയത്തില്ല നിങ്ങൾ ഒരു സാധാരണ വിശ്വാസിയാണോ, ദൈവവേലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ശക്തമായ വേലയ്ക്ക് ചുമൽ കൊടുക്കാൻ ഞാൻ നിന്നെ കുടുംബമായി കണ്ടിരിക്കുക. എന്റെ വേലയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ നിന്റെ കുടുംബത്തിന്റെ അകത്തുള്ള സകലത്തെയും ഞാൻ കണ്ടിരിക്കുകയാണ്. കുടുംബമായി എന്റെ സാക്ഷ്യത്തെ പ്രസ്താവിച്ച് എന്റെ വചനത്തെ പറഞ്ഞ് അനേകം പേരെ ഈ കൃപയിലേക്ക് നയിക്കത്തക്ക രീതിക്കകത്ത് കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. പക്ഷെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ശൂന്യതകൾ പലപ്പോഴും ചോദ്യങ്ങളായി, വെല്ലുവിളികളായി നിൽക്കുമ്പോൾ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ
കർത്താവ് പറയാണ്, അബ്രഹാമേ, നീ യാഗപീഠം ഉണ്ടാക്കിയത് രഹസ്യത്തിലോ. ഞാൻ ഈ ആ ആന്റിയോടുള്ള ദൂതാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ട് മെസ്സേജ് അല്ല, പരിശുദ്ധാത്മ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ആമേൻ. നീ യാഗപീഠം ഉണ്ടാക്കിയത് ഒരു പക്ഷേ രഹസ്യത്തിലാണ്. ഞാൻ ഇറങ്ങി വന്നതും രഹസ്യത്തിലാണ്. ഞാൻ നിന്നെ അനുഗ്രഹിച്ചതും രഹസ്യത്തിലാണ്. ഇത് മൂന്നും നടന്നത് രഹസ്യത്തിലാണ്. പക്ഷേ അനുഗ്രഹത്തിന്റെ റിസൾട്ടായ വർധനവ് സംഭവിക്കുമ്പോൾ അത് രഹസ്യത്തിലല്ല, അത് പരസ്യത്തിലാണ്. അത് രഹസ്യത്തിലല്ല, അത് പരസ്യത്തില. അത് രഹസ്യത്തിലല്ല, അത് പരസ്യത്തില. നിങ്ങൾക്കറിയാമോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഓബേദ് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ ഉസ്സ കൈനീട്ടി ആമേൻ സ്തോത്രം പെട്ടകത്തെ പിടിച്ചത് അവന് ശാപമായി മാറിയപ്പോൾ ആമേൻ സ്തോത്രം ഒരുത്തൻ കൊണ്ടുവന്ന പെട്ടകം അവന്റെ വീട്ടിൽ 90 ദിവസം വെച്ചു. അവിടെ എഴുതിയിരിക്കുക, ദൈവം പെട്ടകം പെട്ടകം അവന്റെ വീട്ടിൽ ഇരുന്നത് കൊണ്ട് അവനെ അനുഗ്രഹിച്ചു. അവസാനം അവന് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റാത്ത നിലവാരത്തിൽ വർധനവ് സംഭവിച്ചു. അവസാനം ദാവീദിന്റെ ചെവിയിൽ ആ വാർത്ത എത്തുക. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ വർധനവ് സംഭവിക്കുമ്പോഴേ സിസ്റ്ററെ, പ്രഗ്നന്റ് വുമനെ പോലായിരിക്കും. ആദ്യത്തെ 3 മാസം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും, പിന്നെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ വളരുന്നത് സകലരും കാണും. അതിങ്ങനെ വളരുന്നത് സകലരും കാണും. അപ്പോഴാ നമ്മൾ പറഞ്ഞേ, ആ മനുഷ്യൻ ആ സീസൺ തുറക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ മനുഷ്യനൊരു സീസൺ അങ്ങ് തുറന്നു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്കറിയാമോ ആന്റി, ഇത് ലൈവ് പോകുന്നതാണോ? അല്ലല്ലോ. അല്ല. നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കരുത് കേട്ടോ. നിങ്ങൾക്കറിയാമോ ഈ കർത്താവിന്റെ ദാസൻ KB ഇമ്മാനുവലിനെ അറിയാമോ? KB ഇമ്മാനുവൽ സിംഗപ്പൂർ ആർക്കും അറിയത്തില്ലോ KB ഇമ്മാനുവലിനെ? ഒരു വർഷിപ്പ് ലീഡർ അറിയാം, പാട്ട് പാടുന്ന വർഷിപ്പ് ലീഡറിനെ. ആമേസ്തോത്രം. അദ്ദേഹത്തിന്റെ വീടെന്ന് പറയുന്നത്, ഇപ്പൊ അദ്ദേഹം ഒരു വീട് വെച്ചോണ്ടിരിക്കുക. പക്ഷെ അദ്ദേഹത്തിന്റെ ഒറിജിനൽ നേരത്തെയുള്ള വീടെന്ന് പറഞ്ഞാൽ ഇപ്പം ആമേസ്തോത്രം എനിക്ക് തോന്നുന്നു വീട് വെച്ച് പൂർത്തിയായിട്ടില്ല, മാറിയിട്ടില്ല. ആമേസ്തോത്രം. അദ്ദേഹത്തിന്റെ വീടെന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീട്. അദ്ദേഹത്തിന്റെ സാക്ഷിയൊക്കെ യൂട്യൂബിൽ നിങ്ങൾ എടുത്ത് കേൾക്കണം. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മനുഷ്യനാണ് KB ഇമ്മാനുവൽ. ഞാനും അദ്ദേഹം കൂടെ US ഒരു മീറ്റിങ്ങിന് ഒരുമിച്ചുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, വളരെ ഒരു ഇതായിട്ട് പറഞ്ഞതാ. ഞാൻ നിങ്ങൾ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് അങ്ങ് പറയുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹം ആമേൻ സ്തോത്രം എന്നോട് പറഞ്ഞതാ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലേ എല്ലാവരും അറിയുന്നത്. അധികം ആരും അറിയപ്പെടാതിരുന്ന സമയത്തും ദൈവത്തിന്റെ സന്നിധിയിൽ അദ്ദേഹം വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു വേദി ഒരുക്കിയോളെങ്കിലും അദ്ദേഹം വിശ്വസ്തനായിരുന്നു. അദ്ദേഹം ദൈവസന്നിധി വിശ്വസ്തനായിരുന്നു. കിലോമീറ്ററുകളോളം ഓടി ഓഫറിംഗ് പ്രതീക്ഷിക്കാതെ അനേകം ഇടങ്ങളിൽ പോയി അദ്ദേഹം ദൈവത്തെ പാടി 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 ആരാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദിവസം സ്തോത്രം അദ്ദേഹത്തോട് ഒരു ദൈവ മനുഷ്യന്റെ പ്രവചനം ദൈവത്താൽ വന്നു വീഴുക. എടാ മോനെ, 2023 മുതൽ നിന്നെ കർത്താവ് വർദ്ധിപ്പിക്കാൻ പോകുക. അതിനുവേണ്ടി യഹോവ ഇന്ന് നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. അതാ വാക്ക്. ഹല്ലേലൂയ സ്തോത്രം. അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും, അപ്പൊ ഇതുവരെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് ഓൾറെഡി അദ്ദേഹത്തിന് ഇഷ്ടമാണ്. പക്ഷെ ആ അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവ മനുഷ്യനിലൂടെ ദൈവം അനുഗ്രഹം എന്ന് പറയുകയും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാവോ എന്നറിയത്തില്ല, 23 മുതൽ അദ്ദേഹം കേരളത്തിൽ കാണുന്നത് വളരെ കുറവാണ്. ഒരു സീസൺ ഓസ്ട്രേലിയ കഴിഞ്ഞാൽ US കഴിഞ്ഞാൽ മറ്റിതര സ്ഥലങ്ങൾ, ഇതര വൈദേശിക, ഞാൻ പറയാം, മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മിനിസ്ട്രിക്കകത്തൊരു വർധനവുണ്ടായാൽ രാജ്യങ്ങളുടെ വാതിൽ, എവിടെ റെക്കമെൻഡേഷൻ ഇല്ല, എനിക്കൊരു അവസരം തരൂന്ന് ചോദിക്കത്തില്ല, എനിക്ക് ചർച്ചിന്റെ സ്പോൺസർഷിപ്പ് ഇങ്ങോട്ടൊന്ന് അയക്കണേ എന്ന് പറയത്തില്ല, എന്റെ കയ്യിൽ ഒരു ശുശ്രൂഷയുണ്ട്, ഞാനൊന്ന് വന്നാൽ നിങ്ങൾ എന്നെ അക്കോമഡേറ്റ് ചെയ്യിക്കണേ എന്ന് പറയത്തില്ല. ഒരു സീസൺ അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പൊ എല്ലാ വിശ്വാസം പറയുന്നത്, KBക്ക് സീസൺ തുറന്നു. KBക്ക് സീസൺ തുറന്നതല്ല സിസ്റ്ററെ വിഷയം. ഒന്നുമില്ലാതിരുന്ന സമയത്ത് വിശ്വസ്തനായി നിന്ന് അദ്ദേഹത്തിന്റെ മേൽ ഒരു അനുഗ്രഹം വന്നു വീണു. അതിനെ തുടർന്നുള്ള വർധനവ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനെ അടക്കാൻ ഏത് കൊടികൊട്ടിയ പിശാച് വന്നാലും നടക്കുകയില്ല. കാരണം അനുഗ്രഹത്തിന്റെ അകത്തേക്ക് കടക്കാൻ പിശാചിന് പറ്റത്തില്ല. ആ സീക്രറ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഒരു അനുഗ്രഹത്തിന്റെ അകത്തേക്ക് കടക്കാനും പൈശാചിക തലങ്ങൾക്ക്
സാധ്യം അല്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവ് പറയാ, എവിടെയൊക്കെയോ നിങ്ങളുടെ വിശ്വസ്തത നിങ്ങൾ ബോധിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. എവിടെയൊക്കെയോ നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് നിങ്ങളുടെ രഹസ്യ മുറിക്കകത്ത് ദൈവത്തെ കാട്ടേണ്ട സമയമായിട്ടുണ്ട്. അതിലേക്കൂടെയും ഇതിലേക്കൂടെയും നടക്കുന്ന ഏതൊക്കെ പിള്ളേരെ പിടിച്ച് പ്രാർത്ഥന പായ്ക്കകത്തിരുത്തി അവരുടെ മേല് കേരളം അറിയപ്പെടുന്ന പാസ്റ്റേഴ്സിന്റെ കൈവെപ്പല്ല, ആരുടെ ഉദരത്തിൽ നിന്നാണോ ആ കുഞ്ഞു വന്നത് നിന്റെ കൈവെപ്പ് അതിന്റെ മേൽ വീഴേണ്ട സമയമായി. എനിക്ക് അറിയത്തില്ല കേട്ടോ പരിശുദ്ധാത്മാവ് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കർത്താവ് അതിൽ തന്നെ പോവുക, അതിനെ കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ ദൈവദാസന്മാരുടെ കൈവെപ്പ് നിങ്ങൾ മേടിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവ് എടുത്തു പറയുന്നു, നിന്റെ കൈമേൽ ഒരു അധികാരമുള്ള കാര്യം നിനക്കറിയോ? ആ അനുഗ്രഹം വന്ന് വീഴാതെ, ആ അനുഗ്രഹം വന്ന് വീഴാതെ അവന്റെ മേൽ ഒരു വർദ്ധനവ് നടക്കത്തില്ല കേട്ടോ. അവന്റെ മേൽ ഒരു വർദ്ധനവ് നടക്കത്തില്ല. ശബറ റീക്കല. കർത്താവ് അതാ ആഗ്രഹിക്കുന്നത്, കർത്താവ് അതാ ആഗ്രഹിക്കുന്നത്, കർത്താവ് അതാ ആഗ്രഹിക്കുന്നത്. കഴിയുമെങ്കിൽ അവർ എഴുന്നേൽക്കുന്നതിന് മുൻപ് അവർ കിടക്കുന്ന ബെഡിന്റെ അടുത്തോട്ട് പോയി അവരുടെ തലയിൽ കൈവച്ചിട്ട് പറ, ഞാൻ എന്റെ ഹൃദയം തുറന്ന് യേശുവിന്റെ നാമത്തിൽ നിന്നെ ബ്ലസ് ചെയ്യുകയാണ്. നിങ്ങൾ അങ്ങനെ പറയാറുണ്ടോ ദൈവമക്കളെ? ഇല്ലെങ്കിൽ നിങ്ങൾ ആ ശീലം സ്റ്റാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ ആ ശീലം ഇനി കേരളത്തിലെ MDMA പാക്കറ്റ് കിലോ കണക്കിന് പിടിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളുടെ തലമുറ അതിനകത്ത് പെട്ടുപോകത്തില്ല. കാരണം അനുഗ്രഹം അവന്റെ മേൽ കിടക്കുകയാണ്, അനുഗ്രഹം അവന്റെ മേൽ കിടക്കുകയാണ്, ബ്ലെസ്സിങ് അവന്റെ മേൽ കിടക്കുകയാണ്, ബ്ലെസ്സിങ് അവന്റെ മേൽ കിടക്കുകയാണ്. ശതറ റാഥറെ വൈഡത്തു നികൽക്കസിയ രഗംതറ റീകബല ഹൈശംത നഗൽകസ്തേ റികാബല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സുനിമോള് നിങ്ങൾ എന്നെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക സിസ്റ്ററെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ശാന്തമ്മ വർമ്മ ബീഹാർ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. റേറ്റിയ റഗംതറ ഡെയ്സി ജോൺ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. അഡരഗബദ റസ്റ്റിയ ലഗംതറ റേസ്റ്റിയ വഹബ്ത റസ്റ്റിയ റഗംതറ. ആമേൻ. ഡെയ്സി ജോൺ ആമേൻ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. അത്ഭുത റഗസ്റ്റിയ റഗംതറ. ഭവനത്തിന്റെ അകത്ത ശൂന്യതകളെ നോക്കി കൈവച്ചിട്ട് പറ, കർത്താവേ ഞങ്ങളുടെ കയ്യില് എന്തോട്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നാട്ടുകാർക്ക് അറിയത്തില്ല, വീട്ടുകാർക്ക് അറിയത്തില്ല, രക്തബന്ധങ്ങൾക്ക് അറിയത്തില്ല, അറിഞ്ഞാൽ അവർ നിന്ദിക്കും, ഒന്നും ഇല്ല. പക്ഷെ അങ്ങയുടെ കരം ഇതിനകത്ത്. നിങ്ങൾ വാ തുറന്ന് പറയണേ. ഇത് ഇന്ന് ഇങ്ങനത്തെ ഒരു മെസ്സേജാ. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ വാ തുറന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ശബല റാഥുരി സ്റ്റിയ വെസ്റ്റിയ റകാമന ഗഡ്കസ്റ്റിയ റഷ്യ തറഗല അബ്രസ്റ്റിയ ലഗംതുറു റോഹപ്തിയ റഗംതറ ചദറ റേഥിയ ലേഹസ്റ്റിയ വെദിരി റേഷ്യ ലഗാമന തോരികസ്റ്റിയ ഇഷംത നഗൽക്കര. പരിശുദ്ധാത്മാവ് പറയുന്നു 2025 അവസാനിക്കുന്നതിനു മുൻപ് തന്നെ ഡെയ്സി ജോൺ അടരകതിയ നെഗൽക്കസിയ റഗംതറ ജഗന യാറഗംതറ ഒന്നെന്ന് പറയുന്നത് 5 തീരും, 5 പറയുന്നത് 10 തീരും. പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾക്കകത്ത് കർത്താവിന്റെ കരം ബ്ലെസ്സിങ് ആയി വന്നു വീഴട്ടെ, ബ്ലെസ്സിങ് ആയി വന്നു വീഴട്ടെ. ഒരു ബ്ലെസ്സ വേർഡ് ദൈവം തന്നെ അതിനകത്ത് വന്ന് വന്നു വീഴുന്ന അനുഗ്രഹം വലിയ വർധനവുകൾക്ക് കാരണമായി തീരട്ടെ. മുടങ്ങിക്കിടക്കുന്നത് പൂർത്തീകരിക്കത്തക്ക രീതിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ കരം ലാസ്റ്റിയ ലഗംതറ ബേഗല തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുക. ചിലതിന്റെ കംപ്ലീഷനിലോട്ട് വരട്ടെ, ചിലതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരട്ടെ. ലസ്റ്റിയ ലഗംതറ റേഷ്യ റഹംതറ റീകബല വൈഡം തു നികൽക്കസിയ റഹംതറ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എവിടെയും നോക്കിക്കോ, അനുഗ്രഹത്തിന്റെ തൊട്ടു മുമ്പ് വരെ പൈശാചിക തലങ്ങൾ വാദഗതികൾ ഉയർത്തും. ആ ബ്ലെസ്സിംഗ് വന്നു വീണാൽ പിന്നെ പിശാചിന് കയറാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കറിയാമോ, പൈശാചിക തലങ്ങൾക്ക് കയറാൻ പറ്റാത്ത 4-5 മേഖലകളുണ്ട്. ഒന്ന്, ദൈവ കുഞ്ഞുങ്ങളുടെ മേൽ കിടക്കുന്ന സംരക്ഷണത്തിന്റെ അകത്ത് പിശാചിന് കയറാൻ പറ്റത്തില്ല. നമ്പർ 1, ദൈവ കുഞ്ഞുങ്ങളുടെ അകത്ത് കിടക്കുന്ന സംരക്ഷണ വലയം, അതൊരു സ്പിരിച്വൽ റിംഗ് പോലെ ഇരിക്കുക. അതിനെ ബ്രേക്ക് ചെയ്യാൻ പിശാചിന് പറ്റത്തില്ല. നിങ്ങൾ ആ സംരക്ഷണത്തിന്റെ അകത്താണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ,
പിശാചിന്. അതുകൊണ്ട് ഇയ്യോബിന്റെ ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചു. അതിനെ പൊളിക്കാൻ ദൈവത്തോട് അനുവാദം ചോദിക്കുക. പത്രോസിനെ കോതമ്പ് പോലെ പറ്റണം, ദൈവത്തോട് അനുവാദം ചോദിക്കുക. ദൈവത്തോട് അനുവാദം ചോദിക്കാതെ സംരക്ഷണത്തിനകത്ത് കൈയിട്ട് വാരാൻ പിശാചിന് പറ്റത്തില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ഒരുവന്റെ മേൽ വാസ്തവത്തിൽ സ്വർഗത്തിന്റെ അനുഗ്രഹം വന്നു വീണിട്ടുണ്ടെങ്കിൽ പിന്നീട് തുടർന്നടക്കുന്ന വർധനവുകൾക്കകത്ത് പിശാചിനെ കൈയിട്ട് വാരാൻ പറ്റത്തില്ല. നിങ്ങൾ എവിടെയും നോക്കിക്കോ, പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിനക്കത്ത് സിസി ആന്റി ഇരിപ്പുണ്ട്. ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു ആന്റിയാ. സ്തോത്രം. എൻ്റെ അമ്മയ്ക്ക് തുല്യം തന്നെ. നമ്മളെപ്പോഴും വിളിക്കും, സംസാരിക്കും, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ആന്റി പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ പറയുന്നു, അസാധാരണമായ വർധനവ് ദൈവവേലയോടുള്ള ബന്ധത്തിനകത്ത് വന്നു വീഴുകയാണ്. ഇതെങ്ങനെ ഞങ്ങൾ മാനേജ് ചെയ്യുമെന്ന് ചോദിക്കുന്നത് പോലെ പടക് വലിച്ചു കയറ്റാൻ പറ്റാത്തതുപോലെ നിറയുന്ന പത്രോസിനെ സഹായിക്കാൻ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ചെറു പടകുകൾ വന്നു കൂടി ആ പടക് വലിച്ചു കയറ്റി അനേകം പേർക്ക് പത്രോസിന്റെ പടക് ഒരു ഭയങ്കര ബ്ലെസ്സിംഗ് ആയി തീർന്നതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്നു, മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് അത് വ്യക്തിപരമായ മിനിസ്ട്രി ആയിക്കൊള്ളട്ടെ, ചർച്ച ആയിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവ് പറയുന്നു മൾട്ടിപ്ലിക്കേഷൻ. എനിക്കറിയാം സ്വപ്നം. ആ ചർച്ച് നിങ്ങൾക്കറിയാം, ഫെയ്ത്ത് സിറ്റി ചർച്ച് ബിഗസ്റ്റ് ചർച്ചാണ്. ഇനിയും അതിനകത്ത് വർധനമെന്ന് പറയുമ്പോൾ കർത്താവ് പറയാ, ആർക്കും വേണ്ടാത്തതിനെ വലിച്ചെടുത്തു കൊണ്ടുവന്ന് ഞാൻ ആലയത്തിനകത്ത് കൊള്ളാവുന്നവരായി തികയ്ക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയാ. നിങ്ങളുടെ കണ്ണിനകത്ത് തികഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആത്മാവ് പറയാ, ഇനിയും ദൈവത്തിന്റെ കണ്ണിനകത്ത് ചില കോളങ്ങൾ പിന്നെയോ വേക്കന്റായി കിടക്കുകയാണ്. അതിനകത്ത് നിറവ് സംഭവിക്കും. പക്ഷേ ചില അനുഗ്രഹത്തിന്റെ വാക്കുകൾ ആ ചർച്ചിനകത്ത് വീഴട്ടെ. പരിശുദ്ധിയപ്പാവ് ഇതിനകത്തിരിക്കുന്ന ഒത്തിരി പേരോട് എന്റെ മെസ്സേജ് കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളായിരുന്നു മെസ്സേജ്. ഹല്ലേലൂയ, സ്തോത്രം. 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സ്തോത്രം. വർദ്ധനവിന്റെ തൊട്ടു മുമ്പ് അനുഗ്രഹം വന്നു വീണാലേ വർദ്ധനവ് നടക്കത്തുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലായി. ഞാൻ വേദവാക്യങ്ങൾ എടുത്ത് തെളിയിച്ചു. അനുഗ്രഹം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പബ്ലിക്കലി ഒരു ദൈവദാസൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ അനുഗ്രഹമല്ല, ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ വ്യക്തിപരമായി ദൈവം ഇടുന്നതാണ്. അതാരും കാണുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ തുടർന്ന് നടക്കുന്നതാണ് വർദ്ധനവ്, ശേഷിപ്പ്. അതെല്ലാവരും കാണും. കൊട്ട നിറച്ചുകൊണ്ട് പോകുമ്പോ എല്ലാ പേരും കാണും. തിന്ന് തൃപ്തരാകുമ്പോ എല്ലാ പേരും കാണും. സ്തോത്രം. ഹല്ലേലൂയ. അതിനെന്തോ ചെയ്യണം? യാഗപീഠം എവിടെ ഉണ്ടാക്കുന്നോ അവിടെ ദൈവം വരും, അവിടെ അനുഗ്രഹം നടക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഉള്ളത് കയ്യിൽ കൊടുക്കുമ്പോൾ അവയെ ദൈവം അനുഗ്രഹിക്കും. 3 യെബേസ് പറയാ, നീ എന്നെ അനുഗ്രഹിച്ച. നീ എന്നെ ആദ്യമേ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യമല്ല, ആദ്യം അനുഗ്രഹം. പ്രാർത്ഥനയിലൂടെ അത് സംഭവിക്കും. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒത്തിരി കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളാണ്. എങ്ങനെയാണോ സ്തോത്രം അതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഇത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ദൂത് പറയാ, ക്ഷേത്രങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ദേശത്തിന്റെ നടുവിൽ ഒത്ത നടുക്ക് വീടുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. 4 ഭാഗത്ത്. കേരളത്തിൽ എനിക്കറിയാം എല്ലായിടങ്ങളിലും ക്ഷേത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു കറക്കിക്കുത്ത് നടത്തുകയല്ല. ഞാൻ പറഞ്ഞത് 4 ഭാഗത്തും ക്ഷേത്രങ്ങൾ, അതിന്റെ നടുവിൽ അഷപ്പി നായർ അങ്ങനത്തെ സ്ഥലമാണോ? സ്തോത്ര. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ നടുവിൽ സ്തോത്രം ഒത്ത നടുക്ക് വീട്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന സൈത്താനിക് ക്ലൗഡുകൾ, പൈശാചിക അന്തരീക്ഷങ്ങളെ ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാമോ? സ്തോത്ര. ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനത്തെ അന്തരീക്ഷത്തിനകത്ത് നിങ്ങൾ എത്ര വീട്ടിനകത്ത് കുത്തിയിരുന്ന് കർത്താവേ ദേശത്തെ വിടുവിക്ക്. നോ, ആ പ്രാർത്ഥനയ്ക്ക് ഫലം കാണത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അതല്ല രീതി. എന്തോ ചെയ്യണം? നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. എന്തായാലും നിങ്ങളുടെ വീടിന്റെ ഒരു 5 കിലോമീറ്റർ അകത്ത് എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്കറിയാം. നിങ്ങൾ ദേശത്തിന്റെ നെടുകയും കുറുകയും നടക്കണം. അതൊക്കെ നമുക്കെല്ലാം ഈസി ആയിട്ട് ഇങ്ങോട്ട് കരുവാണെങ്കിൽ പോട്ടെ. അതൊക്കെ പാടല്ലയോ സിസ്റ്ററെ? പാടല്ലെന്ന്. നടക്കാനുള്ള സ്വാധീനം 2 കാലിനും ഉണ്ടോ? കല്യാണത്തിന് പോവോ? റിസപ്ഷനോ?
ഫംഗ്ഷന്, പാർട്ടിക്ക്? പരിശുദ്ധാത്മാവ് പറയാ, നിനക്ക് ഞാൻ ആരോഗ്യം തന്നത് കോവിഡ് സമയത്ത് ഇടത്തും വലത്തും ശവമായി മാറിയപ്പോഴും ഇപ്പോഴും ആരോഗ്യത്തോടു കൂടെ നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ വീട്ടിന്റെ പുറത്തിറങ്ങണം. ദേശത്തിന്റെ നെടുകയും കുറുകയും നടന്ന് കഴിയുമെങ്കിൽ അന്യഭാഷകൾക്കകത്ത് പ്രാർത്ഥിക്കുക. എന്താ സംഭവിക്കുന്നത്? പൈശാചിക തലങ്ങൾ അവകാശം പറയുന്ന ദേശത്തിന്റെ നെറ്റ്വർക്കുകളെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കീറി മുറിക്കും. എന്നിട്ട് അവിടെ ഉയരുന്ന ഹെവൻലി അറ്റ്മോസ്ഫിയറിന്റെ അകത്തു നിന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച ദേശത്തിന്റെ ശാപം തന്നെ വർധനവിലേക്ക് മാറും. നമ്മുടെ സ്ഥിരമുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, വീട്ടിനകത്തിരുന്ന് അച്ഛനെ അനുഗ്രഹിക്കണം, അമ്മ അനുഗ്രഹിക്കണം, എന്റെ ദേശത്തെ അനുഗ്രഹിക്കണം, എന്റെ സഭ അനുഗ്രഹിക്കണം. നോ നോ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. വൈകുന്നേരം നടക്കാനൊക്കെ പോകുന്ന ശീലമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നു. വലിയ റിസൾട്ടുകളെ അതുണ്ടാക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലൊന്നുമല്ല, വലിയ റിസൾട്ടുകളെ. വീടിന്റെ ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുക. പുറത്തോട്ടൊന്ന് ഇറങ്ങ്, പുറത്തോട്ടൊന്ന് ഇറങ്ങ്, പുറത്തോട്ടൊന്ന് ഇറങ്ങ്, പുറത്തോട്ടൊന്ന് ഇറങ്ങ്. കൂടാരത്തിന്റെ അകത്തു വെച്ചു ദർശനത്തിൽ അബ്രഹാമിനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേൾക്കണോ? അബ്രഹാമിനെ കൂടാരത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു, മണത്തരിയിലേക്ക് നോക്കാൻ പറഞ്ഞു. അകത്ത് വെച്ചതൊക്കെ ഇങ്ങ് പറഞ്ഞാൽ പോരെ. അബ്രഹാം ആകാശം കണ്ടിട്ടില്ലേ? എന്തിനാ അകത്ത് വെച്ച് ദർശനം കാണിച്ചിട്ട് പുറത്ത് കൂട്ടിക്കൊണ്ടു ഇതെല്ലാം കാണാൻ പറഞ്ഞേ? അവിടെ വ്യാപരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമുണ്ട്, അവിടെ വ്യാപരിക്കപ്പെടുന്ന അന്തരീക്ഷമുണ്ട്. സിംഗപ്പൂരിലുള്ള പ്രിയപ്പെട്ടവര് കേട്ടോ, ആ ദേശത്ത് കഴിയുമെങ്കിൽ പ്രയർ വാക്ക് ചെയ്യോ, പ്രയർ ഡ്രൈവ് ചെയ്യ. ദേശത്തെ ദൈവം നിങ്ങളുടെ കരത്തിനകത്ത് തരോ. രാഷ്ട്രീയ ലഗാന്തര കേരളത്തിലുള്ളവർ കേട്ടോ, നോർത്ത് ഇന്ത്യയിലുള്ളവർ കേട്ടോ, റാക്കബല ശബദ റഗസ്റ്റിയ ലഗാന്തര. ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ടി ഒരു കൂട്ടം സഹോദരിമാരെ ദൈവം അനോയിന്റ് ചെയ്യുകയാണ്, അനോയിന്റ് ചെയ്യുകയാണ്, അനോയിന്റ് ചെയ്യുക. കർത്തൃദാസന്മാർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ദൈവം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവർക്ക് കുടുംബങ്ങൾക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവർക്ക് ചർച്ചിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ പറയാം, സഹോദരിമാര് വീട്ടിനകത്ത് അടച്ചു പൂട്ടി ഇരിക്കല്ലേ, ദേശത്തിന്റെ അകത്തിറങ്ങ്, കുറുകയും നെടുകയും നടക്ക്. അവിടെ വെച്ച് ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ അന്തരീക്ഷത്തിലോട്ട് റിലീസ് ചെയ്യ്. എന്ത് പറഞ്ഞിട്ടാണോ കർത്താവ് നിങ്ങൾ നടക്കുമ്പോ, എന്താണോ ദൈവം നിങ്ങളുടെ ചെവിയിൽ കേൾപ്പിക്കുക, നിങ്ങളുടെ വാക്കുകളോടെ ആ ദേശത്തിനകത്തിട്. ആത്മഹത്യകൾ ഒഴിവാകും, കൊലപാതകങ്ങൾ ഒഴിവാകും, രക്തക്കറകൾ പാഞ്ഞൊഴുകുന്നത് സ്റ്റോപ്പ്. ഞാൻ വെറുതെ പറയല്ല, പ്രസംഗിക്കാൻ വേണ്ടി അല്ല ദൈവമക്കളെ. റബന ചതരഗസ്റ്റിയ ലഗാന്തര. അതങ്ങനെ തന്നെ എന്നോട് പരിശുദ്ധ പൗരൻ, ആ ശാപം പിടിച്ചു കിടക്കുന്ന ദേശത്തിന്റെ നടുവിൽ നിന്റെ വീടിരിക്കുന്നത് മൂലം നിന്റെ വീട്ടിനകത്തും കയറി വരുന്നത് ചിലത് തടയുന്നതായിട്ട് നിനക്ക് തോന്നുമെങ്കിൽ ആ ദേശം വിട്ട് ഓടിപ്പോകാനല്ല പ്രമാണം. നീ മൂലം ആ ദേശത്തിന്റെ കെട്ട് അഴിയപ്പെടണം. ഞാൻ എന്റെ വാക്കൊരു വിരാമം ഇടുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് കൂടെ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. എന്താണോ മെസ്സേജ് അതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്നേ? വർദ്ധിപ്പിക്കണേന്നാണോ? നോ. പിന്നെന്താ പ്രാർത്ഥിക്കേണ്ടത്? ബ്ലസ്, ബ്ലസ്. അത് പ്രാർത്ഥന കൊണ്ട് മാത്രം ഒതുക്കല്ലേ, അത് പ്രാർത്ഥന കൊണ്ട് മാത്രം ഒതുക്കിക്കളയല്ലേ. കഴിയുമെങ്കിൽ യാഗപീഠം ഉണ്ടാക്കുക, കഴിയുമെങ്കിൽ ദൈവം ഇറങ്ങി വരുന്ന പോലത്തെ ഒരു സ്പേസ് ദൈവത്തിന് ഉണ്ടാക്കി കൊടുക്കുക. കഴിയുമെങ്കിൽ ദൈവത്തിന്റെ കരത്തിലോട്ട് കൊടുക്കുക, കഴിയുമെങ്കിൽ ചില സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക. അറ്റ്മോസ്ഫിയറുകൾ തിരിഞ്ഞു വരട്ടെ, അറ്റ്മോസ്ഫിയറുകൾ തിരിഞ്ഞു വരട്ടെ, അറ്റ്മോസ്ഫിയറുകൾ തിരിഞ്ഞു വരട്ടെ. ചില അധികാരങ്ങൾ ചിലതിന്റെ മേൽ കൈമാറ്റം ചെയ്യട്ടെ. പണ്ടെപ്പോഴോ കണ്ട സ്വപ്നം, പ്രവചനം നിന്നു പോയിട്ടുണ്ടെങ്കിൽ കൃപാവരങ്ങളെ മടക്കി പിടിക്കേണ്ട പകലാണെന്ന് പരിശുദ്ധ ദൂത് പറയുക. കൃപാവരങ്ങളെ മടക്കി പിടിക്കേണ്ട പകലാണ്, കൃപാവരങ്ങളെ മടക്കി പിടിക്കേണ്ട പകലാണ്, കൃപാവരങ്ങളെ മടക്കി പിടിക്കേണ്ട പകലാണ്. റാക്കന വൈഷം ധോ നികൽക്കസ്തിയ റഹം
Thura Teretera Shabala Waida Baturigal Kasia Raham Thara Adrasia Ameshepa Denis Adaragadia Legastia Rakamtura Amesotra Ni Edinel Kanam Ni Pregashikanam Adaragadia Regal Kachelada Kapurapatan in the Chutimani Niranda Ninod Karan Chur to Pidiche Samdo Shikataka Ridi Kakapta Ni Edinelka Ninja Yaparam Turaka Devat in the Provertica Nindilude Ninja Kutubat in the Yagata or Changala Bola Vilipana Parishutapa ആഗ്രഹിക്കുക. നിങ്ങളുടെ കുടുംബത്തിനൊക്കെ താരൊക്കെ ഉണ്ടോ അത് ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് അടുത്ത വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് അടുത്ത വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് പരിശുദ്ധ പൗര തലമുറയോളം നീണ്ടു നിൽക്കുന്ന ചില വർധനവുകൾക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം തലമുറകൾ അതിന് കാരണമാകുക. ചിലത് സ്റ്റാർട്ടിങ് ആകട്ടെ തുടങ്ങി വെക്കുമ്പോ തന്നെ അതിനെ നിർത്തിക്കളയ വാദഗതികൾ ഉയർത്തുന്നതിനോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക. നോ, പരിശുദ്ധ പൗര ചിലത് സ്റ്റാർട്ട് ചെയ്യുക. നിന്റെ കരം കൊണ്ട് നീ ചിലത് തുടങ്ങി വെക്കുക എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ദൈവകരം ചലിക്കപ്പെടട്ടെ. അത് അങ്ങനെ തന്നെ സംഭവിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വാക്യങ്ങളെ കർത്താവ് ഞാൻ ഈ പറഞ്ഞ റെഫറൻസുകളെല്ലാം വീട്ടിലാ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എല്ലാം എടുത്ത് വായിക്കണം. ആ വചനത്തിന്മേൽ കൈവച്ച് ഡിക്ലെയർ ചെയ്ത് പ്രൊക്ലെയിം ചെയ്ത് വാ തുറന്ന് വീട്ടിനകത്ത് ആ വചനങ്ങളെ ഇട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് മെസ്സേജോടുകൂടി കഴിഞ്ഞില്ല. ഇതിനകത്ത് വലിയ കാര്യങ്ങൾ കിടപ്പുണ്ട്. നിങ്ങളത് വായിക്കുക, ധ്യാനിക്കുക, കർത്താവിന്റെ സന്നിധി പ്രൊക്ലെയിം ചെയ്യുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. ദൈവം നമ്മളോട് സംസാരിച്ചു. വ്യക്തിപരമായി നമ്മളോട് ഓരോരുത്തരോടും സംസാരിച്ചു. നമ്മൾ ഒരാളോട് പോലും കർത്താവ് സംസാരിക്കാതിരുന്നില്ല അല്ലെ, എല്ലാവരോടും കർത്താവ് സംസാരിച്ചു. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മളോട് വ്യക്തമായി ഇടപെട്ടു. ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഏതൊക്കെ മേഖലകൾ നെൽശൂന്യമായിരിക്കുന്നു, ഒന്നുമില്ലാത്തടത്ത്